CPMൻ്റെ 38,000-ഓളം ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് 2444 ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയാക്കി 209 ഏരിയ സമ്മേളനങ്ങളും നടത്തി. നമ്മുടെ ജില്ലാ സമ്മേളനങ്ങളിൽ 14 ജില്ലാ സമ്മേളനങ്ങളിൽ ഭൂരിപക്ഷം സമ്മേളനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നിവിടെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന പരിപാടിയാണ്. തുടർന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, ഇടുക്കി, തൃശ്ശൂർ വരുന്ന 11-ാം തീയതി തൃശ്ശൂർ സമ്മേളനത്തിൻ്റെ സമാപനത്തോടെ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും വിജയപൂർവ്വം പൂർത്തിയാവുകയാണ്. എറണാകുളം ജില്ലാ സമ്മേളനം ഔപചാരികമായി ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. CPIMൻ്റെ സമ്മേളനങ്ങളെല്ലാം തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ നടന്നു വരികയാണ്. ഭരണഘടനയനുസരിച്ച് 3 വർഷം കൂടുമ്പോഴാണ് പാർട്ടി സമ്മേളനങ്ങൾ ചേരുന്നത്. ഞങ്ങളുടെ സമ്മേളനം ചേരുന്ന ഈ സന്ദർഭത്തിൽ നിരവധി ജനാധിപത്യ സംഘടനകൾ എന്നവകാശപ്പെടുന്ന പാർട്ടികൾ പതിറ്റാണ്ടുകളായി ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു സമ്മേളനവും നടത്തിയിട്ടില്ല, നടത്താൻ അവർക്കാവുന്നില്ല. നോമിനേറ്റ് ചെയ്യാൻ പോലും പ്രയാസപ്പെടുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ അവർക്കെല്ലാം പേര് ജനാധിപത്യ പാർട്ടികൾ എന്നാണ്. CPIMനെ സംബന്ധിച്ച് എപ്പോഴും അത്തരത്തിലുള്ള ഒരു നിലപാട് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് സ്വീകരിക്കാനാവുന്നില്ല. ഞങ്ങൾ അടിമുടി ജനാധിപത്യപരമായ രീതിയിലാണ് സമ്മേളനങ്ങൾ ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെ നടത്തി വരുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണ്, ഇപ്രാവശ്യവും അങ്ങനെ തന്നെയാണ്. ഈ സമ്മേളനം നടക്കുന്ന കാലം വളരെയേറെ സങ്കീർണത മുറ്റി നിൽക്കുന്ന ഒരു ലോക പശ്ചാത്തലമാണ്. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ പ്രഖ്യാപിത പരിപാടി എന്തായിരിക്കണമെന്ന് 1847 ചർച്ച ചെയ്ത് യുവദാർശനികരായ മാർക്സിനെയും എംഗൽസിനെയും ചുമതലപ്പെടുത്തിയതിനടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ പരിപാടിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന നിലയിൽ 1848 പ്രസിദ്ധീകരിച്ചത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മനുഷ്യകുലത്തിന് ഒരു പ്രത്യേക ദിശാബോധം നൽകുകയുണ്ടായി. സാധാരണ ഒരു കൃതി പോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ കാണുകയല്ല വേണ്ടത്. സാമൂഹ്യ വികാസ ഘട്ടങ്ങളെ ഫലപ്രദമായിട്ട് പരിശോധിച്ചുകൊണ്ട് സാമൂഹ്യ ശാസ്ത്രപരമായ നിലപാട് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് ലീഗും ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. അന്നേ ലോകത്തിൻ്റെ സ്ഥിതിയെ സംബന്ധിച്ചിടത്തോളമുള്ള കൃത്യമായ കാഴ്ചപ്പാടോടെ അവതരിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വരാൻ പോകുന്ന മുതലാളിത്തത്തിൻ്റെ തകർച്ചയും സോഷ്യലിസത്തിൻ്റെ വളർച്ചയും അനിവാര്യതയും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അന്ന് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സാങ്കല്പികമായ സോഷ്യലിസ്റ്റ് ധാരണകളുണ്ടായിരുന്നു, സാങ്കല്പിക സോഷ്യലിസ്റ്റുകളുണ്ടായിരുന്നു. എന്നാൽ
50 ലക്ഷം മുതൽ 80 ലക്ഷം വരെ പ്രായമുണ്ട് ഈ മനുഷ്യകുലത്തിന് എന്ന് ഇന്ന് കണ്ടെത്തിയ ഈ മനുഷ്യകുലത്തിന് സാമൂഹിക പരിവർത്തനത്തിലൂടെ എങ്ങോട്ടേക്കാണ് ദിശ എന്ന് മുൻകൂട്ടി ശാസ്ത്രീയമായി പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധിയെ സംബന്ധിച്ച് വരച്ചു കാണിക്കുകയുണ്ടായി മൂലധനം എഴുതുന്നതിന് മുമ്പ് തന്നെ. അതിനുശേഷമാണ് മൂലധനം മാർക്സ് എഴുതിയത്. എന്താണ് ദിശ? അപ്പോൾ മുതലാളിത്തത്തിൻ്റെ പ്രതിസന്ധി എന്താണ് എന്നാദ്യം വിശകലനം ചെയ്യും. അതെല്ലാവർക്കും അറിയുന്നതാണ്. മുതലാളിത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അർത്ഥശാസ്ത്രന്മാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒന്നല്ല. സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുന്നതാണ് മുതലാളിത്ത പ്രതിസന്ധി. മുതലാളിത്തത്തിൻ്റെ ആവിർഭാവകാലം മുതൽ മുതലാളിത്തത്തിൻ്റെ അന്ത്യം വരെ തുടരുന്ന ഒന്നാണ് ഈ പ്രതിഭാസം. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുന്നതും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നതും എന്തുകൊണ്ടാണ്? അതായത് സമ്പത്ത് ചില ആളുകളുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. ദുർബലരായ ജനവിഭാഗങ്ങളുടെ കയ്യിലേക്ക് ഈ പണമൊന്നും എത്തിച്ചേരുന്നില്ല. ഇപ്പോൾ AI ഉൾപ്പെടെയുള്ള പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ ലോക മുതലാളിത്തത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ വളർച്ച കുതകുന്ന രീതിയിൽ ഇപ്പോഴും പ്രയോഗിക്കപ്പെടുന്ന ഈ സന്ദർഭത്തിലും മാർക്സ് പറഞ്ഞ ഈ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം അതിശക്തിയായിട്ട് തുടരുക തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ സമ്പത്ത് ഇങ്ങനെ കുന്നുകൂടി ഇവരുടെ കൈകളിലേക്ക് എത്തുന്നത്? വ്യക്തതയോടുകൂടി നമുക്കറിയാം, ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത തന്നെയാണ്. മുതലാളിത്ത ഉൽപാദന വിതരണ ഘടനയെപ്പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയാം, ഈ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദനോപാധികൾ, അതിൻ്റെ ഒപ്പം ചേരുന്ന തൊഴിലാളി വർഗം, അവിടെയാണ് മിച്ചമൂല്യ സിദ്ധാന്തത്തിൻ്റെ ഭാഗം മാർക്സ് പിന്നീട് മൂലധനത്തിലൂടെ വിശകലനം ചെയ്തത്, കൃത്യതയോടുകൂടി അവതരിപ്പിച്ചത്. ഈ ഉൽപാദനോപാധികൾ മുഴുവൻ സ്വകാര്യ ഉടമസ്ഥതയിൽ നിൽക്കുന്നിടത്തോളം കാലം അധ്വാനശേഷി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി മാത്രം വരുന്ന കൂലി കൊടുത്ത് അവരുടെ അധ്വാന ഫലം മുഴുവൻ മിച്ചമൂല്യത്തിൻ്റെ ഭാഗമായി കവർന്നെടുക്കാൻ മുതലാളിത്ത ഉൽപാദന വിതരണ ഘടനയ്ക്ക് സാധിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ഉൽപാദനം സാമൂഹ്യോൽപാദനം തന്നെയാണ്. പക്ഷേ ഉൽപാദനോപാധികൾ സ്വകാര്യ ഉടമസ്ഥതയിലാണ്, സമ്പത്ത് അവരിലേക്ക് എത്തിച്ചേരുകയാണ്. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പോൾ സമൂഹത്തിൻ്റെ ഭാഗമായി ഉൽപാദനോപാധികളെ മാറ്റാനാവണം. വ്യക്തിഗതമായ മുതലാളിമാരുടെ കയ്യിലുള്ള ഈ ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയിൽ അനിവാര്യമായ മാറ്റം വേണം. അതാണ് മാർക്സ് പ്രവചിച്ചത്. ഇതിനു മുമ്പ് നിലവിലുണ്ടായിരുന്ന വ്യത്യസ്ത സാമൂഹ്യ വികാസഘട്ടങ്ങൾ എങ്ങനെയാണോ തകർന്നുപോയത്, നിഷ്ക്രമിച്ചത്, അതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ഈ മുതലാളിത്തവും അതിൻ്റെ അന്ത്യം കണ്ടേ പറ്റൂ. മുതലാളിത്തം അവസാനിപ്പിച്ചേ പറ്റൂ. അതിന് ശേഷിയുള്ള വർഗം തൊഴിലാളി വർഗമാണ്, അധ്വാനിക്കുന്ന വർഗം, സ്വത്തുൽപാദിപ്പിക്കുന്ന വർഗം. ആ വർഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വർഗസമരത്തിലൂടെ നിലവിലുള്ള ഈ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയെ തകർക്കാൻ സാധിക്കും എന്നും ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥ ലോകത്തുയർന്നു വരുമെന്നും അത് സോഷ്യലിസത്തിൻ്റെ പാതയിലൂടെയാണ് മുന്നേറുക, കമ്മ്യൂണിസത്തിലേക്കാണ് ലോകം മാറുക എന്നും വളരെ വ്യക്തതയോടുകൂടി മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ വിശകലനം ചെയ്ത് ലോകത്തെ ഒരു പുതിയ സാമൂഹ്യ ശാസ്ത്ര ശാഖയിലെ
ഏറ്റവും പ്രബലമായ ഒരു വിഭാഗമായിട്ട് മാർക്സിസത്തിൻ്റെ സ്ഥാനം ഉറപ്പിച്ചു. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഇന്നത്തെ ലോക പശ്ചാത്തലത്തെ കാണാൻ. ഇന്ന് നമുക്കറിയുന്നത് പോലെ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് മുൻകൈയുള്ള ഒരു ലോകമാണ്. തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് മുൻകൈയുള്ള ഈ ലോകത്ത് സാമ്രാജ്യത്വത്തെ വെല്ലുവിളിക്കാൻ കെൽപ്പുള്ള സോവിയറ്റ് റഷ്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ മുതലാളിത്തത്തിലേക്ക് തിരിച്ചുപോയാലും ഇന്നും പ്രബലമായി ലോക ജനതയുടെ ഒരു 10-20% വരുന്ന ജനതയെ പ്രതിനിധാനം ചെയ്യുന്ന സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ, സോഷ്യലിസ്റ്റ് ശക്തികൾ, ഇടതുപക്ഷ ശക്തികൾ ഈ ഭൂമുഖത്ത് നിലവിലുണ്ട്. അതിലേറ്റവും പ്രബലമായ വിഭാഗം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ചൈനയാണ്. രാജ്യസമ്മേളനം മുതൽ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തതിൻ്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ചൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ പൊതു പ്രവണത മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായി ലോകത്തെ ഏറ്റവും പ്രബലമായ സാർവദേശീയ വൈരുദ്ധ്യങ്ങളിലൊന്നായി സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം സാമൂഹിക പരിവർത്തനത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ നിലനിൽക്കുകയാണ്. ഈ സാമൂഹ്യ പരിവർത്തനത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട വൈരുദ്ധ്യങ്ങളിലൊന്നായ സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച വലതുപക്ഷ തീവ്ര ശക്തികൾക്ക് ലോകത്ത് മുന്നേറാനാവുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ ജനകീയ ചൈനയുൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ എങ്ങനെയാണ് വരുതിയിൽ നിർത്തുക? ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി അത് പച്ചയായ രീതിയിൽ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ ഞാൻ ഒഴിവാക്കാൻ പോവുകയാണ് എന്നിപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ക്യൂബയോടുള്ള നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു. ചൈന ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളോടുള്ള നിലപാടെന്താണ് എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് വ്യക്തമായി. പാരിസ്ഥിതിക പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട പാരീസ് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങുന്നു എന്ന് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചു. ലോകാരോഗ്യ സംഘടനയ്ക്ക് നൽകുന്ന ഒരു സംഭാവനയും ഇനി നൽകില്ല എന്നിപ്പോൾ പ്രഖ്യാപിച്ചു. അമേരിക്കയിലെ കുടിയേറ്റത്തിൻ്റെ ഭാഗമായി ഉള്ള ലക്ഷക്കണക്കിന് ആളുകളെ കുടിയിറക്കും എന്നിപ്പോൾ പ്രഖ്യാപിച്ചു. തീവ്ര വലതുപക്ഷ നിലപാടുകൾ ഭരണത്തിലേക്ക് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ എന്തൊക്കെയാണോ മുമ്പ് പറഞ്ഞു വെച്ചത് അതൊക്കെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ഒരു യുദ്ധ മേഖലയാക്കി മെക്സിക്കോ ഉൾപ്പെടെയുള്ള മേഖലയെ മാറ്റുന്നതിന് വേണ്ടി അതിർത്തിയിലേക്ക് പട്ടാളത്തെ അയക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇതാണ് ലോകത്തിലെ സാമ്രാജ്യത്വത്തിൻ്റെ, പ്രത്യേകിച്ച് അതിൻ്റെ തലപ്പത്തിലുള്ള അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇതിന് പരിപൂർണമായ പിന്തുണയാണ്. ഈ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഒരു നിലപാട് തന്നെയാണ് ഇവിടെ നമുക്കെല്ലാം അറിയുന്നല്ലോ നരേന്ദ്രമോദിയും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചൈനയ്ക്കെതിരായി ഒരു വളയൽ മുമ്പേ തുടങ്ങിയിട്ടുണ്ട്, ഇനി അത് തീവ്രമാവും. അതിൽ ഇന്ത്യയുണ്ട്, ജപ്പാനുണ്ട്, ഓസ്ട്രേലിയയുണ്ട്. നിങ്ങൾക്കറിയാം കൊറിയയ്ക്കെതിരായിട്ടുള്ള ഉപരോധത്തിൻ്റെയും പ്രശ്നം തെക്കൻ കൊറിയയെ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ട് തെക്കൻ കൊറിയയിൽ വളരെ ഗൗരവമുള്ള പ്രതിസന്ധി രൂപപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനയ്ക്കെതിരായി ആയുധ പരിശീലനം ഉൾപ്പെടെ പ്രദർശനം ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും നമുക്കറിയാം. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്ക് കടക്കുകയല്ല. സോഷ്യലിസ്റ്റ് ശക്തികൾക്കെതിരായി, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെതിരായി ലോകവ്യാപകമായി ഈ പ്രതിലോമ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ എല്ലാ അർത്ഥത്തിലും യുദ്ധം പ്രഖ്യാപിച്ച ഒരു പ്രത്യേക സാഹചര്യമാണ് ട്രംപിൻ്റെ പുതിയ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് വ്യക്തമായി കാണാനാവുക. പാർട്ടി സെൻട്രൽ കമ്മിറ്റി ഒരു കാര്യം വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു. ഈ വലതുപക്ഷ തീവ്ര ശക്തികൾ തന്നെ എങ്ങനെയാണ് ജനപിന്തുണ നേടുന്നത്? പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് പലരും ജയിച്ചു വരുന്നത്, യൂറോപ്പിൽ ഉൾപ്പെടെ. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം
സാമ്രാജ്യത്വം തന്നെ രൂപപ്പെടുത്തി വളർത്തിയെടുത്ത ആഗോളവൽക്കരണ നിലപാടുണ്ട്. അതിനെ പ്രകീർത്തിക്കുന്ന സമീപനമാണ് ഭരണവർഗ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് സാമ്രാജ്യത്വ മുതലാളിത്ത ഭരണകൂടങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. സ്വാഭാവികമായും അതിൻ്റെ അനന്തരഫലം എന്താ? അത് സ്വകാര്യവൽക്കരണമാണ്. പൊതുവിതരണ സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നുള്ള വേറിട്ട് നിൽക്കലാണ്. ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഇല്ലായ്മ ചെയ്യലാണ്. സ്വാഭാവികമായും ജനവിരുദ്ധമാണ്. ഈ ജനവിരുദ്ധമായ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് തീവ്ര വലതുപക്ഷം അധികാരത്തിലേക്ക് വരുന്നത് എന്നാണ് ഏറ്റവും വിചിത്രമായ ഒരു സംഭവം. അങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ശരിയായ ഒരിടതുപക്ഷ ബദൽ വെച്ച് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കാത്ത രാജ്യങ്ങളിലാകെ ഈ തീവ്ര വലതുപക്ഷം കൈകാര്യം ചെയ്ത, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആഗോളവൽക്കരണം ഉൾപ്പെടെയുള്ള നിലപാടുകളുടെ അനന്തര ഫലമായുള്ള ജനവിരുദ്ധ സമീപനങ്ങളെ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ തീവ്ര വലതുപക്ഷം ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരുന്ന ചിത്രം നമ്മൾ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ കാണുകയാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗം. ജനകീയ ചൈന ഇപ്പോൾ സ്വന്തം താൽപ്പര്യത്തിൻ്റെ അപ്പുറത്ത് കടന്ന് ലോകരാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഫലപ്രദമായി ഇടപെടുന്നു എന്നുള്ളത് സൗദി ഉൾപ്പെടെയുള്ള അവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഫലപ്രദമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആഫ്രിക്കൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുമെല്ലാം നല്ല രീതിയിൽ ചൈന അവരുടെ വികസനത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ഇതെല്ലാം അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ കണ്ണിലെ കരടാവാനും നേരത്തെ കണ്ട അടിസ്ഥാനപരമായ സോഷ്യലിസവും സാമ്രാജ്യത്വവും തമ്മിലുള്ള വൈരുദ്ധ്യം സോവിയറ്റ് റഷ്യയുടെയും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളുടെയും തകർച്ചയ്ക്ക് ശേഷവും അതിശക്തിയായിട്ട് നിലനിൽക്കുന്നു ലോകത്തിൻ്റെ മുമ്പിൽ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം പഴയ കാലം പോലെ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെയും രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെയും പോലെ ഇപ്പോഴത്ര തീവ്രമായി സജീവമായി നിൽക്കുന്നില്ല. എങ്കിലും മുതലാളിത്ത പാതയിലേക്ക് നീങ്ങിയ റഷ്യ, അതിൻ്റെ തന്നെ ഭാഗമായിരുന്ന സോവിയറ്റ് റഷ്യയുടെ USSRൻ്റെ ഭാഗമായിരുന്ന ഉക്രൈൻ, അത് തമ്മിലുള്ള യുദ്ധം, ഉക്രൈനെ ഉപയോഗിച്ച് നാറ്റോ രാഷ്ട്രങ്ങളുടെ പിന്തുണ നേടി റഷ്യയെ പരിധിക്കകത്ത് നിർത്തുക എന്നുള്ളത് അമേരിക്കൻ താല്പര്യം കൂടിയായിരുന്നു. അവിടെയും സാമ്രാജ്യത്വ മുതലാളിത്ത രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ പഴയ പോലെ വളരെയേറെ സങ്കീർണത മുറ്റി നിൽക്കുന്നൊരവസ്ഥയിലില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മൂന്നാം ലോകരാജ്യങ്ങൾക്കെതിരായിട്ടുള്ള സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റമാണ്. അതിപ്പോൾ പാലസ്തീനെ നേരെ നടത്തിയിട്ടുള്ള ഇസ്രയേലിൻ്റെ കടന്നാക്രമവും യുദ്ധരംഗത്ത് നിന്ന് 10,000-കണക്കിന് മനുഷ്യരെ വംശഹത്യയുടെ രീതിയിൽ കൊലപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ആ പശ്ചിമേഷ്യൻ മേഖലയിലാകെ അസ്ഥിരത വിതക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് സാമ്രാജ്യത്വ പിന്തുണയോടുകൂടി ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ കഴിയും. അമേരിക്ക തന്നെയാണ് ഇതിൻ്റെ ഒപ്പം നിന്ന് സജീവപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്നത്. നാറ്റോ സഖ്യരാഷ്ട്രങ്ങളുടെ സമ്മേളനങ്ങൾ ചേരുമ്പോൾ അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ട് ഇതെല്ലാം ഉൾപ്പെടുത്തപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. ഇത്തരത്തിൽ മൂന്നാം ലോകരാജ്യങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല യുദ്ധതലത്തിൽ കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത്, നമുക്ക് ആശങ്ക അകറ്റി ഒരു പുതിയ ലോകക്രമത്തിലേക്ക് പോകാനുള്ള ആവേശകരമായ ചിത്രീകരണം നടത്തുന്ന നിരവധി സംഭവങ്ങൾ ലോകത്തുണ്ട്.
ഞാൻ ആദ്യം പറഞ്ഞത് മറന്നുകൊണ്ടല്ല, അതിൻ്റെ ഒപ്പം തന്നെ. കാരണം ആഗോളവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും അതിൻ്റെ തന്നെ ഭാഗമായിട്ട് സാമ്രാജ്യത്വം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമ്പത്ത് മുഴുവൻ കുന്നുകൂട്ടി ഇവരുടെ കൈകളിൽ എത്തിച്ചേരുന്നു. ഒരു 50% സമ്പത്ത് ഇപ്പോഴും ഈ സാമ്രാജ്യത്വത്തിൻ്റെ കയ്യിലാണ്. ആ തലത്തിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മാർക്സ് ചൂണ്ടിക്കാണിച്ചതും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ കൈകാര്യം ചെയ്തതുമായ വർഗസമരം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ അമേരിക്ക ഉൾപ്പെടെ, ട്രംപിൻ്റെ അമേരിക്ക ഉൾപ്പെടെ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ അതിശക്തമായ രീതിയിൽ തുടർന്നു വരുന്നു. അത് പൊതുവായിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ ശക്തികൾക്ക് നല്ല മുൻകൈ കിട്ടുന്ന ഭരണ സംവിധാനങ്ങൾ കൂടി ലാറ്റിൻ അമേരിക്കയിൽ, വെനസ്വേല ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളിൽ ഉണ്ടാകുന്നു. അത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണെന്നും എന്നൊന്നും വിശകലനം ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ സാമ്രാജ്യത്വ വിരുദ്ധമാണ്, ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അത്തരത്തിലുള്ള ഗവൺമെൻറ്റുകൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമുക്ക് നേപ്പാളിൻ്റെ ചിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുക. കമ്മ്യൂണിസ്റ്റാണ് അതിൻ്റെ തലപ്പത്തുള്ളത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് നമ്മുടെ തന്നെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനമൊന്നും ശ്രീലങ്കൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത ഒരാളും മുമ്പ് പ്രവചിച്ചതല്ല. അവിടെ വലതുപക്ഷ ശക്തികൾക്കായിരുന്നു വിഭജിക്കപ്പെട്ട രീതിയിൽ സ്വാധീനം. അവരുടെ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കടക്കണിയിൽപ്പെട്ട ഒരു രാജ്യമാണ് ശ്രീലങ്ക. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധികൾ, അതിൻ്റെ ഇടയിൽ ശരിയായ തെളിച്ചമുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിനോടൊപ്പം ചേർന്നൊരു 10-20ഓളം പാർട്ടികൾ ചേർന്നൊരു പ്രസ്ഥാനം, ഒരു മുന്നണി രൂപപ്പെടുത്തി പ്രവർത്തനം ആരംഭിച്ചു. ദസനായക എന്ന് പറയുന്ന താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്, അതിൻ്റെ ഒപ്പം ചേർത്ത 10-20 പ്രസ്ഥാനങ്ങൾ കൂടി ചേർന്ന് ഒരു ഐക്യപ്രസ്ഥാനമുണ്ടായി. അതിനു മുമ്പ് തന്നെ അവിടെ ഒന്നാമത്തെ റൗണ്ടിൽ ജയിക്കാനായില്ലെങ്കിലും രണ്ടാമത്തെ റൗണ്ടിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ചു. നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു, എന്ത് കാര്യം, അവിടെ പ്രസിഡൻ്റായിട്ട് എന്താ കാര്യം, ഇവർക്കാകെ സീറ്റ് 3% വോട്ട്, സീറ്റിൻ്റെ എണ്ണം 3 പാർലമെൻറ്റിൽ, പ്രസിഡൻ്റായിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് എഴുതിയിട്ടുള്ള മാധ്യമങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പക്ഷേ സമർത്ഥമായ രീതിയിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഞാൻ നേരത്തെ പറഞ്ഞ 19 പാർട്ടികളും ചേർന്ന് 20 പാർട്ടികളുടെ കൂട്ടുകെട്ട് രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ അവിടെ പാർലമെൻറ്റ് പിരിച്ചുവിട്ടു. ദസനായകെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ഇവിടെ ഇന്ത്യയിലും ലോകത്തിലെയും മാധ്യമങ്ങൾക്ക് ആദ്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ തന്നെ പിരിച്ചുവിട്ടു. കാരണം 3 സീറ്റാണ് ഉള്ളത്. ഈ 3 സീറ്റുള്ള ഒരു പാർട്ടിയും അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വന്നതിന് ശേഷം പാർലമെൻ്റ് ആകെ പിരിച്ചുവിട്ട് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമെന്ന് ആദ്യം ആർക്കും ഊഹം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിരിച്ചുവിട്ടു. ധൈര്യപൂർവ്വമുള്ള നിലപാട് സ്വീകരിച്ചു. അവർ കൃത്യമായ നിലപാടുകൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അവിടെയുള്ള വംശീയ ന്യൂനപക്ഷം ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങളെ ആകെ ഒപ്പം അണിനിരത്തി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ലോകം ഞെട്ടുന്ന ഒരു റിസൾട്ട് വന്നു. 2/3 ഭൂരിപക്ഷം നേടാൻ ദസനായകക്കായി പാർലമെൻറ്റിൽ. എങ്ങനെയാണ് രാഷ്ട്രീയം മാറുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് സിലോണിൽ കണ്ടത്. നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടിൻ്റെ സീറ്റിൻ്റെ എണ്ണം നോക്കിയിട്ടല്ല രാഷ്ട്രീയം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഇടതുപക്ഷ നിലപാടുള്ള പ്രസ്ഥാനങ്ങളോടും ജനങ്ങൾ സ്വീകരിക്കുന്ന സമീപനമെന്ന് വ്യക്തമാക്കുന്നതാണ് 2/3 ഭൂരിപക്ഷം നേടാൻ സാധിച്ച സിലോണിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉൾപ്പെടെ ചേരുന്ന ഐക്യപ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിജയം. ഇത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നിരവധിയായ രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ കണ്ടു. എത്രയോ വർഷക്കാലമായിട്ട് ഇംഗ്ലണ്ടിൽ, UK,
അവിടെ ലേബർ പാർട്ടി പിന്നിലായിരുന്നു. തീവ്ര വലതുപക്ഷ നിലപാടുകൾക്കെതിരായിട്ട് ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് ലേബർ പാർട്ടിക്ക് അവിടെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാൻ കഴിയും. ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല മുൻകൈ കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ, ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റെ പേരെന്തായാലും നിലവിലുള്ള തീവ്ര വലതുപക്ഷ നിലപാടുകൾക്കെതിരായിട്ട്, വലതുപക്ഷ സമീപനങ്ങൾക്കെതിരായി ജനങ്ങളും ഭരണകൂടവും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൻ്റെ ആണിക്കല്ല് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ലോകത്ത് സംജാതമായിട്ടുണ്ട്. അത് ഗവൺമെൻറ് മാറ്റമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യ ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ മുതലാളിത്ത രാജ്യങ്ങളിൽ വിവിധ ജനവിഭാഗങ്ങളുടെ പോരാട്ടങ്ങൾ, സമരങ്ങൾ നടന്നു വരുന്നു. അതത് രാജ്യത്തിലെ ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം അതിശക്തിയായിട്ട് തുടരുന്നു എന്നുള്ളതും സാമൂഹിക പരിവർത്തനത്തിലേക്കുള്ള ദിശ നിർണ്ണയിക്കുന്ന സാർവദേശീയ വൈരുദ്ധ്യമായി സജീവമായി തുടരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. ഇപ്പോൾ കുറേയും കൂടി തീവ്രമായി വലതുപക്ഷ തീവ്രവാദ ശക്തികൾ ട്രംപിൻ്റെ നേതൃത്വത്തിൽ മുമ്പോട്ടേക്ക് വരുമെന്ന് പറയുമ്പോഴും അതിൻ്റെ അകത്തും വൈരുദ്ധ്യങ്ങൾ രൂപപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല. ഇതിനെല്ലാം ഗൗരവത്തിൽ കണക്കിലെടുത്ത് വേണം നമുക്ക് ദേശീയ രാഷ്ട്രീയത്തെ ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ രാഷ്ട്രീയം ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ തീവ്ര വലതുപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് അധികാരത്തിലേക്ക് വന്ന ട്രംപിൻ്റെ കുട്ടി ട്രംപായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നിലകൊള്ളുന്നത്. നരേന്ദ്രമോദിയുടെ സമീപനം പരിശോധിച്ചാൽ നമുക്കറിയും, അതൊരു വ്യക്തി എന്ന രീതിയിലല്ല, വർഗ നിലപാട് തന്നെയാണ്. കഴിഞ്ഞ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് 370 സീറ്റ് മുതൽ 430 വരെ സീറ്റ് നേടാനാവണം എന്നാണ്. എന്തിനാണ് ഇത്ര കൃത്യമായിട്ട് ഒരു നമ്പർ അവർ പറയുന്നത് എന്ന് പലപ്പോഴും പലരും ആലോചിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. ആ ധാരണ ഇങ്ങനെയാണ്: അപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയെ മൗലികമായി മാറ്റാനാവുക. എങ്ങനെയാണ് ഭരണഘടനയെ മാറ്റേണ്ടത്? ഇപ്പോൾ അമിത്ഷായെ പോലെയുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് തന്നെ അംബേദ്കർ എന്ന പേര് കേൾക്കുന്നതേ വലിയ പ്രയാസം. ആളുകൾ ഈ അംബേദ്കർ എന്ന് ഈ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് മനസ്സിലായല്ലോ. എല്ലാറ്റിനും അംബേദ്കർ എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പരമപുച്ഛത്തോടുകൂടി അംബേദ്കറെ അവതരിപ്പിക്കുക. ഭരണഘടനയുടെ ശില്പി എന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് ഞാൻ ഉൾപ്പെടെ പറയുന്നത്. അതിൽ ഒരുപാട് ആളുകളുണ്ട്. ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നമാണ് ഭരണഘടന, അല്ലാണ്ട് അംബേദ്കറുടെ മാത്രം ഉൽപ്പന്നമൊന്നുമല്ല. എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും അത് വ്യക്തതയുള്ളതാണ്. മാത്രമല്ല, ഈ ഭരണഘടന ഇതേപോലെ തന്നെ തുടരേണ്ടതാണ് എന്ന അഭിപ്രായമുള്ളവരൊന്നുമല്ല നമ്മളാരും. ഭരണഘടനയിലൊക്കെ മാറ്റം വേണം, മാറ്റം വരുത്താൻ പാടില്ല എന്നൊന്നും നമ്മളാരും ഒരിക്കലും പറഞ്ഞിട്ടില്ല. 100-100-ലധികം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും തന്നെ. അപ്പോഴും മാറ്റം ലാഭം. എങ്ങനെയായിരിക്കണം മാറ്റം? ഇന്നുള്ള ഭരണഘടന ഈ അധ്വാനിക്കുന്ന ജനവിഭാഗം ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യരോട് എടുക്കേണ്ടുന്ന നിലപാടിൽ പുരോഗമനപരമായ സമീപനങ്ങൾ ഉൾച്ചേരുകയാണ് വേണ്ടത്. തൊഴിലില്ലായ്മ, പട്ടിണി, ഇപ്പോഴും 10-25 കോടി മനുഷ്യർ പട്ടിണി കിടക്കുന്ന ലോകത്തിലെ 105ാമത്തെ സ്ഥാനത്താണ് ഈ ഇന്ത്യയുള്ളത്. 105. ഇപ്പോൾ 3ാം സ്ഥാനത്തേക്ക് 4ാം സ്ഥാനത്തേക്കൊക്കെ കുതിക്കുന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കുതിക്കുന്നത് അംബാനിയും അദാനിയുമാണ്, ഇന്ത്യൻ ജനങ്ങളല്ല. ഇന്ത്യൻ ജനതയിൽ വലിയൊരു വിഭാഗം 10-20 കോടി, രണ്ടും കൂടി ചേർത്താൽ അതിദാരിദ്ര്യവും ദാരിദ്ര്യവും കൂടി ചേർത്താൽ ഏതാണ്ട് 85 കോടി വരും. 60 മറ്റേ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത്. 60, 25 ഞാൻ ഈ പറഞ്ഞ വിഭാഗത്തിലും അതിദരിദ്രർ. അതുകൊണ്ടാണ് 105ാമത്തെ സ്ഥാനത്ത് ഇന്ത്യയുള്ളത് പട്ടിണിയിൽ. ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ സമ്പത്ത് മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ്. അത് വളരെ ചുരുക്കം ചില ആളുകളുടെ കയ്യിലേക്ക് എത്തിച്ചേരുകയാണ്. ഒരു 10%-ൻ്റെ കയ്യിൽ 80% സമ്പത്ത് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ ചിത്രം. അദാനിയെയും അംബാനിയെയും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുതലാളിമാരാക്കി മാറ്റുക, ഇതാണ് ഭരണവർഗ നിലപാട്. അതിപ്പോൾ
നരേന്ദ്രമോദി മാത്രം തുടങ്ങിയതല്ല. ഇന്ത്യൻ ഭരണവർഗത്തെ CPIM വിശകലനം ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചു. ഭരണവർഗ നിലപാട്, ഭരണകൂട സംവിധാനം, ജനാധിപത്യ വിപ്ലവം നടക്കാത്ത ഒരു രാജ്യം. സാധാരണ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ 1789 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലം, ആ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലം മുതൽ സമത്വത്തിനു വേണ്ടി, സ്ത്രീ പുരുഷ തുല്യതയ്ക്ക് വേണ്ടി, ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി, മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി സമൂഹത്തെ കാണാൻ അന്നേ വെച്ച മുദ്രാവാക്യം 1789 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുമ്പിൽ ഉയർത്തിയ മുദ്രാവാക്യം. അതിൻ്റെ സ്ഥിതിയിലേക്ക് പോലും നമുക്ക് കടക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഒരു പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം. അത് പറഞ്ഞപ്പോൾ ചിലർ പ്രകോപിതരാകുകയാണ്. ഒരാളും പ്രകോപിതമായിട്ടൊരു കാര്യമില്ല. ഇത് ഇപ്പോഴത്തെ മുദ്രാവാക്യമല്ല, കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യമല്ല. ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഫ്രഞ്ച് വിപ്ലവം മുതൽ ഉന്നയിച്ച മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം സമ്മതിച്ചു കൊടുക്കാൻ ഇപ്പോഴും തയ്യാറാവാത്ത ആളുകൾ അവരെ എന്താണ് വിളിക്കേണ്ടതെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. ഞാൻ ആരെയും ഉദ്ദേശിക്കുന്നില്ല, ഒരു വ്യക്തിയെയും ഒരു സമുദായത്തെയും ഉദ്ദേശിക്കുന്നില്ല, സമൂഹത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പൊതു ഇടത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണം, തുല്യാവകാശം വേണം, അതുപോലെ തന്നെ സമത്വം വേണം, ജനാധിപത്യ അവബോധം വേണം. അതിനൊന്നും സാധിക്കുന്ന രീതിയിലല്ല ഇന്ത്യൻ ഭരണകൂടം. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ ഭരണ സംവിധാനം 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായി ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുക, ജന്മിത്വം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യം ഇവിടെ പ്രാവർത്തികമാക്കാനായില്ല. ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടുക എന്ന് മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ്സുകാർ കണ്ടത്. പക്ഷേ അന്നേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മീററ്റ് ഗൂഢാലോചനയും പെഷവാർ ഗൂഢാലോചനയും ലാഹോർ ഗൂഢാലോചന കേസുകളിൽപ്പെട്ട് 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം ഇന്ത്യയിലേക്ക് കടന്നു വന്ന് 21 മുതൽ 29 വരെ നിരവധി ഗൂഢാലോചന കേസിൽ പ്രതികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ചിത്രം നമുക്കറിയാം, ചരിത്രം നമുക്കറിയാം. എന്തേ കാര്യം? ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടുക മാത്രമല്ല, ബ്രിട്ടീഷുകാർ കെട്ടുകെട്ടുന്നതിനോടൊപ്പം ജന്മിത്വം അവസാനിപ്പിക്കണം, ഭൂപ്രഭുത്വം അവസാനിപ്പിക്കണം. ജനാധിപത്യ വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. ആ 47 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ കാര്യം കൈകാര്യം ചെയ്യാൻ അവർ തയ്യാറായില്ല. ഭൂപ്രഭുത്വത്തിൻ്റെ മേലെ കെട്ടിവെക്കുകയാണ് ചെയ്തത് മുതലാളിത്തത്തെ. എന്നിട്ട് ഭൂപ്രഭുത്വത്തെ കൂടി മുതലാളിത്തവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടന്നു വന്നത്. അതിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സാമ്രാജ്യത്വ ശക്തികളെ പൂർണ്ണമായിട്ട് ഉൾച്ചേർത്തുകൊണ്ടാണ് സമ്പദ് വ്യവസ്ഥ കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതിൻ്റെ പാർട്ടി പരിപാടിയിൽ പറഞ്ഞത്, മുതലാളിത്ത വികസനപാത കൈകാര്യം ചെയ്യുന്ന കുത്തക മുതലാളിത്തത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭൂപ്രഭുത്വവുമായി സന്ധി ചെയ്ത സാമ്രാജ്യത്വ ശക്തികളുമായി, ഫിനാൻസ് മൂലധനവുമായി അടിക്കടി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഭരണകൂട വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത് എന്ന്. ഇതാണ് ഭരണകൂടത്തെ പറ്റിയുള്ള വർഗഘടന. കൃത്യമായ നിലപാടാണ്. ആ കൃത്യമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൃത്യമായിട്ട് പറയുന്നത് ഭരണവർഗ പാർട്ടികൾ, അത് ഭരണവർഗ പാർട്ടി എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല, അത് റൂളിംഗ് പാർട്ടിയാണ്, അത് ഭരണവർഗത്തിൻ്റെ ഭാഗവുമാണ്. ഇവിടെ ഈ കോൺഗ്രസ് ആയാലും BJP ആയാലും രണ്ടും ഭരണവർഗ പാർട്ടി തന്നെയാണ്. നിരവധി സംസ്ഥാനങ്ങളിലെ പ്രാദേശിക പാർട്ടികളും ഈ ഭരണകൂട സംവിധാനത്തെ അംഗീകരിച്ചു പോകുന്നവരാണ്, അവരും ഭരണവർഗ പാർട്ടിയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഈ വകതിരിവ് ആദ്യം തന്നെ ഉണ്ടാവണം. ഇപ്പോൾ ഭരണഘടനയെ പറ്റി പറയുമ്പോൾ അംബേദ്കർക്കെതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ കൃത്യമായിട്ട് വിശകലനം ചെയ്താൽ എന്താ അർത്ഥം? ഈ ഭരണഘടന മാറ്റണം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരോഗമനപരമായ രീതിയിൽ മാറ്റണം എന്നാണ് എന്ന്. അല്ല, നൂറ്റാണ്ടുകളുടെ പിന്നിലേക്ക് ഈ ഭരണഘടനയെ കൊണ്ടുപോകണം. അതിനവർ പറയുന്നതാണ് സനാതന ധർമ്മം. ഇപ്പോൾ ചിലരിപ്പോൾ സനാതനത്തിൻ്റെ പേരിൽ പുറപ്പെട്ടിട്ടുണ്ട്. സനാതനധർമ്മം എങ്ങനെ? മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തി
ജാതി ശ്രേണിയിൽ ഓരോ ജാതി വിഭാഗങ്ങളും ബ്രാഹ്മണനുമായി ബന്ധപ്പെട്ട് എത്ര അകലത്തിൽ ജീവിക്കണം, എത്ര അകലത്തിൽ നിൽക്കണം, തൊട്ടുകൂടാ, തീണ്ടിക്കൂടാന്ന് നിഴലുകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കൂടാ, അങ്ങനെയുള്ള മനു സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥ, ചാതുർവർണ്ണ്യം, ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്നാണ് പച്ചയായി BJP RSS മുന്നോട്ടേക്ക് വെച്ചത്. വേണോ? ഇതാണ് പ്രശ്നം. ഭരണഘടന മാറുന്നു എന്ന് പറയുമ്പോൾ എന്നാ മാറുന്നതിൻ്റെ കുഴപ്പമെന്നാ. ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ നിയമസഭയിൽ ഒരു പരിപാടി വന്നപ്പോൾ കൃഷ്ണദാസ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ 100 മാറ്റിയിട്ടുണ്ട്, എന്താ മാറ്റുന്നതിന് എന്താ കുഴപ്പമെന്നാ? മാറ്റുന്നതിന് ഞങ്ങൾ ഇതിലെല്ലാം മാറ്റുന്നത് എങ്ങനെ? ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനു സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ട് അതിന് നിങ്ങൾ നൽകുന്ന ഓമന പേരാണ് സനാതന ധർമ്മം. എന്ത് സനാതന ധർമ്മമാണ് നിങ്ങൾ നടപ്പിലാക്കിയത് ഇന്ത്യയിൽ, കേരളത്തിൽ? നിങ്ങൾക്കറിയാലോ, നമ്മുടെ കൺമുമ്പിൽ നിന്നാണ് ഈ സമൂഹം അടിമതുല്യമായ ജീവിതം നയിച്ചത്. സഖാവ് EMS ചൂണ്ടിക്കാണിച്ച ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ ഭാഗമായി അതിൻ്റെ പേരാ നിങ്ങളിപ്പോൾ കൊടുക്കുന്ന സനാതനം. ആർക്കാ സനാതനധർമ്മം? ബ്രാഹ്മണ്യം. സവർണ വിഭാഗത്തിൻ്റെ എല്ലാം പറയാൻ സാധിക്കില്ല. അതിനും ഞാൻ നേരത്തെ പറഞ്ഞ ജാതി ശ്രേണിയിൽ വ്യത്യാസമുണ്ട്. ബ്രാഹ്മണന് കല്യാണം കഴിക്കാം, നായര, പക്ഷേ അതിലുണ്ടാവുന്ന കുട്ടിക്ക് അയിത്താണ്, സ്വത്തുമില്ല, ഒരു ആനുകൂല്യം കൊടുക്കേണ്ടതില്ല. അതാണ് അവരുടെ ഉന്നം. സ്വത്ത് ഇല്ലത്തുനിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സംബന്ധം കഴിച്ച് ആദ്യത്തെ ഒരാൾക്ക് മാത്രം വേളി, ബാക്കിയുള്ളവർക്ക് സംബന്ധം കഴിച്ചാൽ ഒന്നും നഷ്ടപ്പെട്ടു പോകില്ല, കാരണം സ്വത്ത് കൊടുക്കേണ്ട കാര്യമില്ല. മനസ്സിലായില്ല? ഇമാതിരിയായ ഇതാ ഈ പറയുന്ന സനാതനം. എന്തൊക്കെ ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളിപ്പോഴും ഈ കേരളത്തിൻ്റെ തന്നെ ചരിത്രം പരിശോധിച്ച് നോക്കി, ഇപ്പോഴും ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഈ ജാതി അതിശക്തമത്തായ രീതിയിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നമ്മൾ തമിഴ്നാട് ഉൾപ്പെടെ നിലനിൽക്കുക. അതിനെതിരായി ദേശീയ പ്രസ്ഥാനം, അതിനു മുമ്പ് നവോത്ഥാന പ്രസ്ഥാനം നടത്തിയ പോരാട്ടങ്ങളും സമരങ്ങളും എല്ലാം ചേർന്നുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ഈ കേരളം രൂപപ്പെടുത്താൻ കഴിഞ്ഞത്. ഞാനതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണം എന്ന് പച്ചയായിട്ട് പറയുന്ന BJPയെ പ്രതിരോധിച്ചില്ല എങ്കിൽ നമ്മുടെ പാർട്ടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഇവിടെ ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കാനേ പറ്റില്ല. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നിങ്ങൾക്ക് 430 സീറ്റ് വരെ ലഭിക്കുകയും ഭരണഘടന നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചാതുർവർണ്ണ വ്യവസ്ഥയിലൂടെ കാര്യങ്ങൾ നീക്കുന്ന സ്ഥിതിയിലേക്ക് ഭരണഘടന മാറ്റുകയും ചെയ്താൽ ഇന്ത്യയിൽ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഗോൾവാൾക്കർ എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അവരുടെ പ്രത്യയശാസ്ത്രക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചത്? ഒരു ഖണ്ഡികയിലെ ഒരു അധ്യായം തന്നെയുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു ആരാണ്? ഇന്ത്യയുടെ ആഭ്യന്തര ശത്രു മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റ്. ഗോൾവാൾക്കറുടെ വിചാരധാര, ആ വിചാരധാരയിൽ എഴുതി വെച്ച 3 ആഭ്യന്തര ശത്രുക്കൾ ഉന്മൂലനം ചെയ്യണമെന്നാ, ഇല്ലാതാക്കണം. ഈ ഭരണഘടന ഭേദഗതി ചെയ്ത് അങ്ങനെ ഒരു ഭരണഘടനക്ക് അനുസരിച്ച് ഈ തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് ഭരിക്കാനുള്ള സൗകര്യം കൂടി കിട്ടിയാൽ ഈ സമ്മേളനം നടക്കുമോ? പിന്നെ നടക്കില്ല. ഈ ഒരു കൂടിച്ചേരലുണ്ടാവുമോ ഇന്ത്യയിൽ? ഇല്ല. അത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ 23ാം പാർട്ടി കോൺഗ്രസിൽ കൃത്യമായ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾക്ക് മാത്രം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ CPMന് മാത്രം ആ ദൗത്യം നിർവഹിക്കാൻ സാധിക്കുന്നതല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നാൽ എന്താ വഴി? ഈ അപകടത്തെ ഒഴിവാക്കാൻ എന്താണ് വഴി? വരാൻ പോകുന്ന 2 ടേം കഴിഞ്ഞ് 3ാമത്തെ ടേമിലേക്കുള്ള BJPയുടെ ഈ പറഞ്ഞ 430 സീറ്റ് വരെ നേടി ഭരണഘടനയെ പൂർണ്ണമായി മാറ്റി മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നതിനെ നമുക്ക് എങ്ങനെ തടയാം? 23ാം പാർട്ടി കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ അതിൻ്റെ അടവ് നയം വ്യക്തമാക്കിയപ്പോൾ പറഞ്ഞു, അതിപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനത്തിൽ പൂർണ്ണമായിട്ട് ഒരു സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നതൊക്കെ വലിയ പ്രയാസമാണ്.
അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ത്യ ബ്ലോക്ക് വന്നത്. പക്ഷേ CPIM പറഞ്ഞു വെച്ചത് 37% വോട്ട് മാത്രമേ BJPക്കുള്ളൂ. 37%. 63% BJP വിരുദ്ധ വോട്ടാണ്. അപ്പം എന്താ ചെയ്യാം? എങ്ങനെ BJPയെ തോൽപ്പിക്കാം? BJPയെ തോൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞു, ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുക്കണം. ഇപ്പോൾ തമിഴ്നാട്, കർണാടക ഓരോ സംസ്ഥാനം എടുക്കുക. ആ സംസ്ഥാനത്തിലെ BJP വിരുദ്ധ വോട്ടുകളൊന്നും ചോർന്നു പോവാതെ, ഛിന്ന ഭിന്നമാവാതെ ഓരോ മണ്ഡലം ഓരോ സ്ഥാനാർത്ഥി കൃത്യമായിട്ട് തീരുമാനിച്ച് BJP വിരുദ്ധ വോട്ട് പൂർണ്ണമായിട്ട് കേന്ദ്രീകരിക്കാനായാൽ BJPയെ തോൽപ്പിക്കാം. CPIM ആണ് ആ നിലപാട് ആദ്യമായിട്ട് രാജ്യത്തോട് പ്രഖ്യാപിച്ചത്. ആരും കണ്ടതല്ല. കോൺഗ്രസിന് പോലും ലക്ഷ്യബോധം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ വരും എന്ന് പറയുന്നതല്ലാതെ എങ്ങനെ ഈ ഒരു ഐക്യം എങ്ങനെ രൂപപ്പെടുത്താനാവും എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇല്ലാതിരുന്ന സന്ദർഭത്തിലാണ് സഖാവ് യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ നിരവധി നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി. അതിൻ്റെ ഭാഗമായിട്ടാണ് ബീഹാറിൽ നിന്ന് മുൻകൈയെടുക്കാമെന്നുള്ള ധാരണയോടുകൂടി നിതീഷ് കുമാർ എല്ലാവരുമായിട്ട് ചർച്ചയ്ക്ക് പുറപ്പെട്ടത്. നമ്മൾ പോയി ചർച്ച ചെയ്താൽ പൂർണ്ണാവില്ലല്ലോ, അതുകൊണ്ടാണ് പുറപ്പെട്ടത്. നല്ല നിലപാട് സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് മിക്കവാറും പാർട്ടികൾ ചേർന്ന് നിൽക്കാം, എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നിൽക്കാം എന്ന ധാരണയിൽ എത്തിയപ്പോഴാണ് കോൺഗ്രസിന് ചെയർമാനാവണം. ചെയർമാനായി കോൺഗ്രസ് തന്നെ വേണം, അതിൻ്റെ പ്രസിഡന്റ് തന്നെ വേണം എന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി നിതീഷ് അല്ലെങ്കിൽ തന്നെ അവസരവാദപരമായ നിലപാട് അപ്പുറവും ഇപ്പുറവും ചാടുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ തന്നെ ചാടി BJP ക്യാമ്പിലേക്ക് പോയി നിതീഷ്. അപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു എനിക്ക് യാതൊരു സാധ്യതയില്ല, നിതീഷായിരുന്നു മുൻകൈ എടുത്തത്, നിതീഷും പോയി. അപ്പോൾ സഖാവ് യെച്ചൂരി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ പറഞ്ഞു, യെച്ചൂരി പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, മുമ്പും 37% വോട്ട് കിട്ടുമ്പോഴും നിതീഷ് അപ്പുറം തന്നെയായിരുന്നു. അത് പുതിയതായിട്ട് എന്തെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് നഷ്ടമൊന്നുമില്ല. നല്ല നിലയിലുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ ബ്ലോക്ക് രൂപപ്പെട്ടത്. ആ ഇന്ത്യ ബ്ലോക്ക് രൂപപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ യെച്ചൂരി നമ്മെ വിട്ടുപിരിഞ്ഞ സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ത്യ വേദിയുടെ ശില്പി അതാണ് സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞത് രാഹുൽ ഗാന്ധിയാണ്. അവരാ രീതിയിലുള്ള ഒരു ആദരവാണ് പിന്നീട് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. അന്നേതേ ഇപ്പോൾ അതെ, ഏറ്റവും അവസാനം വരെ ആ രാഷ്ട്രീയ നിലപാട് CPIMൻ്റെ 23ാം പാർട്ടി കോൺഗ്രസിൻ്റെ നിലപാടാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേരളത്തിന് പരിമിതി ഉണ്ടായിരുന്നു, കേരളത്തിൽ ഒറ്റ സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതിന് ദേശീയ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്ത രാഷ്ട്രീയത്തിൻ്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, അത് സത്യമാണ്. എന്നാൽ ഭരണഘടന മാറ്റി അടിയന്തരമായിട്ട് ഈ ഇന്ത്യയെ ഒരു ഫാസിസ്റ്റിക് രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ അവർക്കുള്ള സാധ്യത മങ്ങി. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇപ്പോഴത്തന്നെ ഈ അർദ്ധ സൈന്യത്തിൻ്റെ ഈ RSSൻ്റെ പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. അത് സുപ്രീം കോടതി അതിൻ്റെ ഭാഗമാണ്, ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഭാഗമാണ്, CBIയും IT ഉൾപ്പെടെയുള്ള നമ്മളെല്ലാം സാധാരണ പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ, CAG ഉൾപ്പെടെ എല്ലാം ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ തന്നെ വരികയാണ്. ഏക സിവിൽ കോഡിലേക്ക് പോകുമെന്ന് ഇപ്പോൾ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഒരു നീക്കം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുറത്ത്. ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ മതാധിഷ്ഠിതമായ ഒരു രാജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പൗരത്വ ഭേദഗതി നിയമം അത് പാസ്സാക്കിയെടുത്തിരിക്കുന്നു. ഇങ്ങനെ നിരവധിയായ ചെയ്തികളിലൂടെ ഭരണഘടന കൂടി മാറ്റി അവരാഗ്രഹിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് നീങ്ങാനാണ് 25ാം വാർഷികം അല്ലെങ്കിൽ 100ാം വാർഷികം ഈ 2025 RSSൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി വരുമ്പോഴും തന്നെ ആ കാര്യം ദൗത്യം നിർവഹിക്കാം എന്നായിരുന്നു അവരുടെ ധാരണ. അതിനെ പ്രതിരോധിച്ചു
2% വോട്ട് കൂടി ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായിട്ട് കിട്ടിയിരുന്നുവെങ്കിൽ കോൺഗ്രസ് ഫലപ്രദമായ ഒരു പ്രതിപക്ഷത്തിൻ്റെ റോൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിരുന്നുവെങ്കിൽ ചിത്രം മാറുമായിരുന്നു. 38 സീറ്റ് മാത്രമേ കുറവുള്ളൂ. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. സഖ്യകക്ഷികളെ കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. അങ്ങനെ ഭരണം നടത്തുമ്പോഴും പണ്ടത്തേതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുന്നു എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. അവരുടെ മെയിൻ അജണ്ട, ഹിന്ദുത്വ അജണ്ട കൈകാര്യം തന്നെ ചെയ്യാം എന്നാണ് അവരിപ്പം ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ജാഗ്രതയോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJP ഒറ്റപ്പെടുത്താനും പരാജയപ്പെടുത്താനുമുള്ള ശ്രമകരമായ ജോലി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നിർവഹിച്ചേ പറ്റൂ എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോഴും കൃത്യതയോടുകൂടി ഈ ഭാഗം കൈകാര്യം ചെയ്യുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ ഭാഗമായി സാമ്പത്തിക ജീവിതം, നമ്മുടെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ സാമ്പത്തിക ജീവിതം വളരെ വളരെ ദുരിതപൂർണമായി മാറിയിരിക്കുകയാണ്. തൊഴിലില്ലായ്മ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം കൂടി വരികയാണ്. ജനങ്ങളുടെ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാവുന്നില്ല. ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ 25 ലക്ഷം അതിദരിദ്രരും 60 ലക്ഷത്തോളം ദരിദ്രരും. ഇതാണ് ഇന്ത്യയുടെ ചിത്രം. ഈ ഇന്ത്യയുടെ ചിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് 105-ാം സ്ഥാനത്താണ് പട്ടിണിയുടെ കാര്യത്തിൽ ഇന്ത്യ ഉള്ളത് എന്ന് നമ്മൾ കണ്ടത്. അപ്പോഴിവർ ഞങ്ങൾ ഇന്ത്യ 3-ാം സ്ഥാനത്തേക്കും 4-ാം സ്ഥാനവും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 3-ാം സ്ഥാനത്തേക്കും വരുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വരുന്നത് അദാനിയാണ്, ആ വരുന്നത് അംബാനിയാണ്, ആ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3, 4, 5 സമ്പന്നന്മാരാണ്. ഇവരുടെ കൈകളിലാകെ വലിയ രീതിയിലുള്ള സമ്പത്ത്. 1% കയ്യിൽ വരുമ്പോഴേക്ക് സമ്പത്തിൻ്റെ ഒരു വലിയ വിഭാഗം 10% ആകുമ്പോഴേക്ക് മഹാഭൂരിപക്ഷം 50% കയ്യിലാകെയുള്ള സമ്പത്ത് 3%. നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രത്തോളം ദുരിതപൂർണമാണ്. 50% വരുന്ന ഇന്ത്യൻ ജനതയുടെ കയ്യിലുള്ള സ്വത്തിൻ്റെ അളവ് 3%. ഇപ്പോൾ എത്രത്തോളം കേന്ദ്രീകരണമാണ്. അപ്പോൾ ആഗോളവൽക്കരണ സാമ്പത്തിക നിലപാടുകൾ, സ്വകാര്യവൽക്കരണത്തിൻ്റെ നിലപാടുകൾ, ജനവിരുദ്ധമായ തൊഴിലാളി വിരുദ്ധമായ നിലപാടുകൾ. ഇപ്പോൾ പറയുകയാണ് ഒരാഴ്ച 90 മണിക്കൂർ പണിയെടുക്കണം. ചിക്കാഗോ തെരുവീഥികളിൽ രക്തം ചീന്തി പോരാട്ടം നടത്തി 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിശ്രമവും 8 മണിക്കൂർ ആഹ്ലാദിക്കാനുള്ള സമയവും തീരുമാനിച്ചു. മൂന്നായിട്ട് തിരിച്ചു 24 മണിക്കൂറിനെ. എന്നിട്ട് ഇപ്പോൾ പറയാണ് ഒരാഴ്ച 90 മണിക്കൂർ ജോലി ചെയ്യണം. എന്താ? കോർപ്പറേറ്റുകളാണ്. സ്ഥിരം തൊഴിൽ എന്ന് പറയുന്നത് തന്നെ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തിയായ കടന്നാക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വളരെ ഗൗരവപൂർവ്വം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇതിൻ്റെ എല്ലാം നിലപാടുകൾക്കെതിരായ തൊഴിലാളി വർഗ പോരാട്ടങ്ങളും കർഷക പോരാട്ടങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട്. ആ സമരങ്ങളും പോരാട്ടങ്ങളും ശക്തിപ്പെടുത്തണം. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിൻ്റെ ഒപ്പം തന്നെ ഇവിടെ തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന, ഇവിടെയാവുമ്പോൾ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന BJPയെയും സംഘപരിവാർ വിഭാഗങ്ങളെയും നമുക്ക് ജാഗ്രതയോടെ കരുതിയിരിക്കണം എന്ന് തന്നെയാണ് ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൻ്റെ കാര്യത്തിൽ പാർട്ടി വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളെല്ലാ കാലത്തും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ആശ്രയിച്ചുകൊണ്ട് മാത്രം മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല. ഇന്ന് ആശ്രയിക്കാതെ വഴിയില്ല. അപ്പോൾ എന്ത് വേണം? നമ്മുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കണം. നമ്മുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടല്ലാതെ, CPIMനെ ശക്തിപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഒരു ബദൽ രാഷ്ട്രീയത്തിലേക്ക്, ശ്രീലങ്ക പോലെ ഒരു ബദൽ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ നമുക്ക് വേറെ വഴിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുകയും വേണം. അങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ശക്തി, പാർട്ടിയുടെ ശക്തി, അതിൻ്റെ ഭാഗമായിട്ട് രൂപം കൊള്ളേണ്ടുന്ന 10-ാം പാർട്ടി കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അത് രാഷ്ട്രീയ കൂട്ടുകെട്ടല്ല, വിവിധ വർഗ പൊതുജന പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പോരാട്ടമാണ് ഭരണകൂട ശക്തികൾക്കെതിരായി. അതിൽ നിന്നാണ് ജനീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ മുന്നണി രൂപം കൊള്ളേണ്ടത്. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും
ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ മുന്നണിയിലേക്കുള്ള നമ്മുടെ യാത്രയും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ളൊരു പാർട്ടി വേണം. ദേശവ്യാപകമായിട്ട് ശക്തി നേടാനാവണം. അതേപോലെ ഇടതുപക്ഷ ശക്തികളെ കൂട്ടിച്ചേർത്ത് മുമ്പോട്ടേക്ക് പോകാനും കഴിയണം. ദേശീയ രാഷ്ട്രീയത്തിലെ മർമ്മപ്രധാനമായ ഭാഗം പാർട്ടി കാണുന്നത് അങ്ങനെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമുക്ക് കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കാം. കേരള രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തതയോടുകൂടി നമുക്കെല്ലാം പറയാനും അറിയുന്നതും കാര്യമാണെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇന്ന് കേരളം ഇന്ത്യയിൽ ആകെ സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരേ ഒരു ഇടതുപക്ഷ ബദൽ സംവിധാനത്തിന് വേണ്ടിയുള്ള ഗവൺമെൻറ്റാണ്. അതാണ് പ്രത്യേകത. ഇന്ത്യയിലാകെ ഒരേ ഒരു സംസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നിലപാടുകൾക്ക് ബദലായി, ആഗോളവൽക്കരണ സമീപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ബദലായി നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ഒരേ ഒരു ഗവൺമെൻറ് സഖാവ് പിണറായിയുടെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ യു പിയിലെ ഗവൺമെൻറ്റിനേക്കാളും പ്രാധാന്യത്തോടുകൂടി എതിർക്കപ്പെടുന്ന, എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം യു പിയാണ് പ്രധാനം, പക്ഷെ അതിനേക്കാളും അതിശക്തിയായി വെല്ലുവിളിക്കപ്പെടുന്നത് കേരളത്തിലാണെന്നും കേരളത്തിൻ്റെ ഇടതുപക്ഷ അന്ത്യം കുറിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും പരസ്യമായ നിലപാട് BJP എടുത്തിരിക്കുകയാണ്. ഇതാണിതിൻ്റെ കാര്യം. അപ്പോൾ എന്താ വഴി? പണ്ടത്തെ പോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് 1957 അധികാരത്തിൽ വന്ന ഗവൺമെൻറ് 59 പിരിച്ചുവിട്ടതുപോലെ പിരിച്ചുവിടാൻ ഇന്ന് സാധിക്കുന്നതല്ല. പരിമിതിയുണ്ട്. അപ്പോൾ ഇതിനെ കൃത്യമായ സാമ്പത്തിക സമീപനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ദുർബലപ്പെടുത്തുക. കേരളം പല കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്താണ്. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, അതായത് ഇപ്പോൾ തൊഴിലിൻ്റെ കാര്യം ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ്. ആരോഗ്യ പരിപാലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, ദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ ഒന്നാം സ്ഥാനത്താണ്. പക്ഷേ ആ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ സാമ്പത്തിക പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യുക. ഇതാണ് പരിപാടി. നമുക്ക് തരേണ്ടുന്ന പണം തരാതിരിക്കുക. നിരവധിയായ മേഖലയിലൂടെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടേണ്ടുന്ന 57,000 കോടി തന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും കൂടി സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിക്ക് തരേണ്ടുന്ന വിഹിതമായ 7,000 കോടിയും തന്നില്ല. കടം വാങ്ങാനുള്ള നമ്മുടെ ശേഷി, അത് കിഫ്ബി ഉൾപ്പെടെയുള്ള വാങ്ങിയ എല്ലാം തന്നെ കടം ഗവൺമെൻറ്റിൻ്റെ കടമാക്കി കാണിച്ച് അതിൻ്റെ പരിധി കുറച്ചു. 1,80,000 കോടി ഉറുപ്പികയാണ് നമുക്ക് നഷ്ടമായത്. എങ്ങനെയാണ് കേരളം പോലെയുള്ളൊരു സംസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുക? സത്യം പറഞ്ഞാൽ ഖജനാവ് പൂട്ടാതിരിക്കുന്നത് 58% അധിക വരുമാനം സൃഷ്ടിച്ചുകൊണ്ടാണ്, കണ്ടെത്തിക്കൊണ്ടാണ്. ഇല്ലെങ്കിൽ പണ്ടേ പൂട്ടിയിട്ടുണ്ടാവും നമ്മുടെ ട്രഷറി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും അതിൻ്റെ ഗവൺമെൻറ്റും കൃത്യമായിട്ട് പറഞ്ഞു. റൂൾ 300 അനുസരിച്ച് അസംബ്ലിയിൽ തന്നെ സഖാവ് പിണറായി മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ ക്രമം നിശ്ചയിക്കുകയാണ്, മുൻഗണനാക്രമം. റൂൾ 300 അനുസരിച്ച് ആ വിശദീകരണം നടത്തിയപ്പോഴാണ് ജനങ്ങൾക്കൊരു ആശ്വാസമായത്. ആ ക്രമം എന്തൊക്കെയാ ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല. അടിസ്ഥാനപരമായി പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യം കൃത്യമായി ആദ്യത്തെ മുൻഗണനയിൽ നൽകുക. അങ്ങനെ വരുമ്പോൾ 63 ലക്ഷത്തിലധികം ആളുകൾക്ക് നൽകുന്ന 1,600 രൂപ പ്രകാരമുള്ള ക്ഷേമ പെൻഷൻ നൽകും. കഴിഞ്ഞ കൊല്ലം ഒരു ഗഡു ഉൾപ്പെടെ അധികം കൊടുത്തു കുടിശ്ശിക. ഇപ്രാവശ്യം 2 ഗഡു ഇപ്പോൾ കൊടുക്കുകയാണ്. ഇനി 3 ഗഡു കൂടി കൊടുത്താൽ നമ്മുടെ കുടിശ്ശിക പൂർണ്ണമായി. അപ്പോൾ കുടിശ്ശിക പൂർണ്ണമായി കൊടുക്കും. തുടർന്ന് കൃത്യമായി മാസാമാസം നമുക്ക് ഈ 1,600 രൂപ പ്രകാരം കൊടുക്കാൻ കഴിയും. ഓരോ ജനവിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അവരനുഭവിക്കുന്ന അധ്യാപകരും ജീവനക്കാരും പെൻഷൻകാരും ഉൾപ്പെടെയുള്ള അവരുടെ DA ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായിട്ട് ഗവൺമെൻറ് പറഞ്ഞു. ഈ ഗവൺമെൻറ് കൃത്യമായി മുൻഗണന അനുസരിച്ച് ഈ വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകും. ആനുകൂല്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്.
എന്നാൽ വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യവും നമുക്ക് ഒഴിവാക്കാനാവുന്നതുമല്ല. കേരളത്തിന് മുമ്പോട്ടേക്ക് പോവുക എന്ന് പറയുന്നത് പട്ടിണി കിടന്ന് മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതല്ല. കേരളം എങ്ങനെയാണ് ഈ രീതിയിലേക്ക് ഉയർന്നു വന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതിന് നാൾ വഴികളൊന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ 1943 മുതൽ നമുക്കറിയുന്നത് പോലെ എങ്ങനെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം സജീവമായി സമരങ്ങളിലൂടെ പ്രക്ഷോഭങ്ങളിലൂടെ മുന്നോട്ടേക്ക് വന്നത്. 42 ഞാൻ പറയുന്നത് നമുക്കറിയുന്നത് പോലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനൊരു ഘട്ടം കൂടിയാണ്. അതിനു മുമ്പേ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. 37 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെല്ല് രൂപീകരിച്ചു കോഴിക്കോട്. 39 അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ഘടകം രൂപീകരിച്ചു. ഇന്ന് കണ്ണൂർ ജില്ലയുടെ ഭാഗമായ പാറപ്പുറത്ത് സഖാവ് കൃഷ്ണപിള്ള അതിൻ്റെ സെക്രട്ടറിയായി. സെല്ലിൻ്റെ സെക്രട്ടറിയും കൃഷ്ണപിള്ള തന്നെയായിരുന്നു. അവിടെ ആ ഘട്ടമാകുമ്പോഴേക്ക് ഒരു പുതിയ സംഭവം ഉയർന്നു വന്നു. അപ്പോഴേക്കാണ് മൊറാഴ സംഭവം നടക്കുന്നത്, കയ്യൂർ സംഭവം നടക്കുന്നത്. നാല് നമ്മുടെ സഖാക്കളെ കൃത്യമായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആരും കാണാതെ, ബന്ധുക്കളോട് പറയാതെ, ബോഡി എവിടെയാണുള്ളത് എന്ന് പോലും കൃത്യമായിട്ട് അറിയാതെ എവിടെയോ കൊണ്ടുപോയിട്ട് സംസ്കരിക്കുന്നത് ഇതിൻ്റെ തൂക്കിക്കൊന്നിട്ട്. ഇതൊക്കെ 1940കളുടെ ഭാഗമായിട്ട് 40കളുടെ ആദ്യം മുതൽ സെപ്റ്റംബർ 15 മൊറാഴ സംഭവം നടന്നത്. കയ്യൂര് പിന്നീട് രൂപപ്പെട്ടു വന്നു. സഖാക്കളെ തൂക്കിലേറ്റി. വലിയ കർഷക പോരാട്ടങ്ങൾ, സമരങ്ങൾ എല്ലാം ഉയർന്നു വരികയാണ്. അതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് നമുക്കറിയുന്നത് പോലെ കാവുമ്പായിയും കരിവള്ളൂരും മുനയംകുന്നും പാടിക്കുന്നും ഉൾപ്പെടെയുള്ള സംഭവങ്ങളുണ്ടായത്. പുന്നപ്രവയല സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ എല്ലാം ഒരു ചിത്രമുണ്ടിവിടെ. അതിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് 1956 ജൂണിൽ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നിന്ന് വരാൻ പോകുന്ന ഐക്യ കേരളവും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പും വരുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നതിൻ്റെ പ്രകടന പത്രികയ്ക്ക് രൂപം നൽകുന്ന രാഷ്ട്രീയ പ്രമേയം പാസാക്കി. അത് 1956 ജൂണിലാണ്. തെരഞ്ഞെടുപ്പ് നടന്നു. കമ്മ്യൂണിസ്റ്റുകാരും സ്വതന്ത്രന്മാരും കൂടി ജയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കല്ല ജയിച്ചത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സ്വതന്ത്രന്മാരും കൂടി ജയിച്ചു. അങ്ങനെയാണ് വി ആർ കൃഷ്ണയ്യരൊക്കെ മന്ത്രിയായത്. അതുപോലെ തന്നെ എ ആർ മേനോൻ മന്ത്രിയായത്. ഇങ്ങനെ നിരവധി ആളുകൾ, ജോസഫ് മുണ്ടശ്ശേരി മന്ത്രിയാകുന്നത്. പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ സ്വതന്ത്രന്മാരുൾപ്പെടെ ചേർത്ത് നമുക്ക് ഗവൺമെൻറ് രൂപീകരിക്കാനായി. ആ ഗവൺമെൻറ് 1957 ഏപ്രിൽ മാസം 5 ഗവൺമെൻറ് രൂപീകരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം 1957 ഏപ്രിൽ മാസം 11 ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു പുതിയ ഓർഡിനൻസ് ഇറക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. അതാണ് കുടി ഒഴിപ്പിക്കരുത്. സനാതനധർമ്മത്തിൻ്റെ പേരും പറഞ്ഞ് നേരത്തെ സഖാവ് EMS പറഞ്ഞതുപോലെ ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ കാലത്ത് ഒരടിമ തുല്യമായി ജീവിച്ച കർഷക തൊഴിലാളികളെയും കൃഷിക്കാരെയും കുടിയാനെയും എപ്പോൾ വേണമെങ്കിലും ഒഴിപ്പിക്കാനുണ്ടായിരുന്ന അവകാശം അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആദ്യം തന്നെ ഒരാഴ്ച പൂർത്തിയാകുന്നതിന് മുമ്പ് ഒഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ് കൊണ്ടുവന്ന് തടഞ്ഞു. കേരളം എങ്ങനെയാണ് കേരളമായത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം അതാണ്. പക്ഷേ ഗവൺമെൻറ് നിയമനിർമ്മാണം നടത്താനൊന്നും കഴിഞ്ഞില്ല. പക്ഷേ മനുഷ്യന് തൻ്റേടിയായി നിൽക്കാൻ ഒരു ഇടം കിട്ടി. തൻ്റെ ഇടം ഉണ്ടാകുന്നത് അങ്ങനെയാണ്, ഇടം കിട്ടുമ്പോഴാണ്. നിൽക്കാൻ ഇടം കിട്ടിയാലേ തൻ്റെ ഇടം ഉണ്ടാവുള്ളൂ. ഇന്ത്യയിലെ മറ്റു തര സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഭൂപ്രഭുത്വം അവസാനിപ്പിച്ചിട്ടില്ല, ജന്മിത്വം പോലും അവസാനിപ്പിച്ചിട്ടില്ല. 1967 രണ്ടാമത്തെ പ്രാവശ്യം ഗവൺമെൻറ് വന്നു. 69 ഒക്ടോബർ 14 കാർഷിക ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമം. ഭൂപ്രഭുത്വം പൂർണ്ണമായിട്ട് അവസാനിച്ചില്ലെങ്കിലും ജന്മിത്വം അവസാനിപ്പിക്കുന്ന നിയമം. അത് 1969 പാസ്സായി. ഒക്ടോബർ 14 പാസ്സായി. ആ ഗവൺമെൻറ് പോയി. വേറൊരു ഗവൺമെൻറ് വന്നു. കരുണാകരൻ തന്നെയാണ് അതിൻ്റെ മുമ്പിൽ. സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം, ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്ന ആ നിയമം നടപ്പിലാക്കാൻ വലതുപക്ഷം തയ്യാറില്ല.
അല്ലെങ്കിൽ പിന്നെ വലതുപക്ഷം എന്ന് പറയുന്ന കാര്യമില്ലല്ലോ, വലതുപക്ഷമാണ്. അപ്പോഴാണ് ആലപ്പുഴയിൽ കർഷക തൊഴിലാളികളുടെ ഒരു വലിയ സമ്മേളനം, സഖാവ് സുന്ദരയ്യ ഉൾപ്പെടെ, EMS ഉണ്ട്, AKG ഉണ്ട്, അതുപോലെ തന്നെ CH കണാരനുണ്ട്, അഴീക്കോടൻ രാഘവനുണ്ട്, ഇവരെല്ലാം ചേരുന്ന സമ്മേളനം, വലിയ സമ്മേളനം. അവിടെ സഖാവ് AKG ആണ് കൃത്യമായി എന്താ ഉന്നം എന്ന് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ലോകത്തിന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു അത്. പാർലമെന്ററി പ്രവർത്തനത്തിലൂടെ നിയമം നിർമ്മിക്കുക. നിയമം നിർമ്മിച്ചാൽ നടപ്പിലാക്കാത്ത സാഹചര്യം വന്നാൽ പാർലമെന്റേതര മാർഗം, ജനകീയ മുന്നേറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ നിയമം പ്രാവർത്തികമാക്കുക. ആ നിയമം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് പിന്നീട് നടന്നത്. അതാണ് ആലപ്പുഴ സമ്മേളനം. ഏതാണ്ട് 5 ലക്ഷം ആളുകൾ പങ്കെടുത്ത സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ AKG ആണ് പ്രഖ്യാപിച്ചത്, നിങ്ങൾ നിയമം നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും ഞങ്ങൾ ഈ നിയമം നടപ്പിലായതായി പ്രഖ്യാപിക്കുന്നു. അതാണ് പുതിയ രീതി. പാർലമെന്റേതര മാർഗം, ജനകീയ മുന്നേറ്റം. എപ്പോഴ്? 1970 ജനുവരി മാസം 1 ആ നിയമം നടപ്പിലായതായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് അവിടെ പ്രഖ്യാപിച്ചു. ഡിസംബർ 14 എല്ലാ സമ്മേളനം പിരിഞ്ഞു പോയി. പിന്നെ വളരെ ചുരുക്കം ദിവസം മാത്രമേ ഉള്ളൂ. 1970 ജനുവരി മാസം 1 പുലരുമ്പോൾ ഈ കേരളക്കരയിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും കർഷക തൊഴിലാളികളും കൃഷിക്കാരുമെല്ലാം ആദ്യം കുടികടപ്പ് വളച്ചു കിട്ടി ഉഭയങ്ങളെടുത്തു. 10 സെന്റ് കൃഷിക്കാരൻ്റെ ഭൂമി സ്വന്തമാക്കി. എളുപ്പമാണ് എന്നിപ്പോൾ പറയുന്നത് പോലെ ധരിക്കണ്ട. നമ്മുടെ പ്രിയപ്പെട്ട 18 സഖാക്കൾ മരിക്കേണ്ടി വന്നു, രക്തസാക്ഷികളായി. ആലപ്പുഴയിലെ ഭാർഗവി എന്ന് പറയുന്ന സ്ത്രീ സഖാവ് തന്നെ വെടിയേറ്റ് മരിച്ചു, രക്തസാക്ഷിയായി. 18 സഖാക്കളുടെ ജീവിതം കൊടുത്തു. നിരവധി സഖാക്കൾ ജീവശവങ്ങളായി മാറി. അന്നായിരുന്നു CRP എന്ന് പറയുന്ന ഒരു വിഭാഗം, അർദ്ധ സൈനിക വിഭാഗം, വലിയ വടി, തോക്ക് എല്ലാമായിട്ട് രംഗത്തിറങ്ങിയത്. അതിനെ മുഴുവൻ ഈ കേരളം ഒറ്റക്കെട്ടായിട്ട് എതിർത്തു. പിന്നീട് സഖാവ് AKG തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് മിച്ചഭൂമി സമരം നടത്തി. അതും കുറേ കാലം നീണ്ടു നിന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതിങ്ങനെയാണ്. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽ 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി നൽകാൻ കഴിഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടമായിരുന്നു 1970 ആരംഭിച്ച ആ പോരാട്ടം. അതിലൂടെയാണ് കേരളം ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കേണ്ടിയിരുന്നത് മുഴുവൻ കിട്ടിയില്ലെങ്കിലും ഒരു ഭാഗം 36 ലക്ഷം കുടുംബങ്ങൾക്ക് നേടാനായി. അതാണ് കേരളത്തെ കേരളമാക്കിയത്. അതാണ് ഇന്ന് കാണുന്ന കേരളത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം. ഇതൊരു ഭാഗം. 57 സഖാവ് EMSന്റെ ഗവൺമെൻറ് വന്നപ്പോൾ അടിസ്ഥാനമിട്ട സർവീസ് മേഖല ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയും, KER-ഉം KSR-ഉം ഒക്കെ അന്ന് വന്നതാണ്. ഇന്ന് കാണുന്ന യുവജനോത്സവമൊക്കെ അന്ന് തുടങ്ങിയതാണ്. അന്ന് എല്ലാ കുട്ടികളും 5 വയസ്സ് കഴിഞ്ഞാൽ മുഴുവൻ കുട്ടികളും സ്കൂളിലേക്ക് പോകാൻ തീരുമാനിച്ചു. പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് സ്കൂളിലേക്ക് പോകാൻ കുട്ടികൾ തയ്യാറില്ലായിരുന്നു. അപ്പോഴാണ് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഉച്ചക്കഞ്ഞി കിട്ടി, കുട്ടികൾ സ്കൂളിലേക്ക് പോയി, കുടുംബത്തിനൊരാശ്വാസം. അങ്ങനെ വിദ്യാഭ്യാസം നേടി. അവർ കുറേയും കൂടി മുന്നോട്ടേക്ക് ഒന്നാമത്തെ തലമുറയായിരുന്നു അത്. പിന്നെ അതിൻ്റെ മക്കളായി. ഇപ്പോഴും അതിൻ്റെയും മക്കളാണ്, 3ാമത്തെ തലമുറയാണ്. ഇന്ന് ഇന്ത്യയിൽ, ഇവിടെ ഈ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളിലും പാവപ്പെട്ട പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്ക സമുദായം, മുന്നോക്കത്തിലെ പിന്നോക്ക വിഭാഗം ഉൾപ്പെടെ എല്ലാ മനുഷ്യർക്കും അവൻ്റെ എല്ലാം വീടുകളിൽ, കുടുംബങ്ങളിൽ അഭ്യസ്തവിദ്യരായ യുവാക്കൾ മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യയിൽ ഇവിടെയല്ലാതെ വേറെ എവിടെയില്ല. കേരളത്തിലല്ലാതെ വേറെ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലും ഈ പറയുന്ന എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും
ഒരു പുതിയ തലമുറ, അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു തലമുറ ഉയർന്നു വന്ന വേറെ അനുഭവം വേറെ എവിടെയില്ല. അവിടെ പ്രമാണിമാരുടെ മക്കളെല്ലാം ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. IAS, IPS, ഡോക്ടറും അതുപോലെ എഞ്ചിനീയറും ഒക്കെയാണ്. ഇവിടെ അതല്ല. ഇവിടെ ഏറ്റവും പിന്നണിൽ കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ്റെ വീടുകളിൽ ഇപ്പോഴും അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുണ്ട്. ആ യുവതി യുവാക്കൾക്ക് തൊഴിലില്ലായ്മയാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് ഈ കേരളത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തണം. ഈ ഗവൺമെൻറ്റിൻ്റെ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ അതിശക്തമായ ഇടപെടലൊക്കെ നമുക്കെതിരായിട്ടുണ്ട്. സാമ്പത്തിക ഉപരോധമുണ്ട്. എന്നാലും നമുക്ക് കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കണം. കിഫ്ബി വഴി വലിയ മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. കഴിഞ്ഞ 5-8 കൊല്ലത്തിനിടയിൽ 90,000-ഓളം കോടി രൂപയുടെ പുതിയ ആസ്തി, പുതിയ മൂലധന നിക്ഷേപം നടത്താൻ നമുക്ക് കഴിഞ്ഞു. വിദ്യാലയങ്ങളെല്ലാം മെച്ചപ്പെട്ട രീതിയിലായി. ആരോഗ്യ സംവിധാനം ലോകോത്തരമായി. നമുക്കെല്ലാം അറിയുന്നത് പോലെ കോവിഡ് പശ്ചാത്തലത്തിൽ ലോകം തന്നെ വിസ്മയിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ ആരോഗ്യ രംഗം, ജനകീയ ആരോഗ്യ പ്രസ്ഥാനം, വിദ്യാഭ്യാസ മേഖല ലോകോത്തരമായ രീതിയിൽ വളർന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിജ്ഞാന സമൂഹം വേണമെന്ന് നമ്മൾ കണ്ടു. ആ വിജ്ഞാന സമൂഹത്തിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാൻ കഴിയുന്ന പുതിയ കാഡ്സ് ഉൾപ്പെടെയുള്ള കേരള എക്കണോമിക് മിഷൻ ഉൾപ്പെടെയുള്ള സംവിധാനം ഇപ്പോഴും വളരെ സജീവമായി ഐസക് കൂടി നല്ല രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരികയാണ്. നമുക്ക് ഇപ്പോഴും തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞു. നമുക്കറിയാം, വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധിയായ ഇടപെടലോടുകൂടി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോൾ തന്നെ തൊഴിൽ കിട്ടി. വെറുതെ കണക്ക് പറയുന്നതല്ല, കൃത്യമായ കണക്കുണ്ട്, ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. നമ്മളൊരു ഘട്ടത്തിൽ പറഞ്ഞു സംരംഭങ്ങൾ ആരംഭിക്കണം. സംരംഭങ്ങൾ ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുനിസിപ്പാൽ അതിർത്തിക്ക്, പഞ്ചായത്തിൻ്റെ അതിർത്തിക്ക് സംരംഭം കൊണ്ടുപോയാൽ എങ്ങനെ സംരംഭം വരാതിരിക്കുമെന്നുള്ളതാണ് അവരുടെ മനസ്സ്. അത് മാറി. നല്ല ഇടപെടലാണ്, ഗവൺമെൻറ് ഇടപെടലാണ്. അങ്ങനെ സംരംഭങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. 1,00,000 കോട്ടയിട്ടു. അപ്പോൾ പലരും പറഞ്ഞു നിങ്ങൾക്കെല്ലാം ഭ്രാന്തുണ്ട്, 1,00,000 സംരംഭം കേരളത്തിൽ. 1,30,000 ഒന്നാമത്തെ കൊല്ലം. രണ്ടാമത്തെ കൊല്ലം 1,10,000. രണ്ടും കൂടി ചെയ്യുമ്പോൾ 2,40,000 സംരംഭം. ചിലതെല്ലാം ഇല്ലാതായി പോകും, സത്യമാണ്. എങ്കിൽ പോലും നിങ്ങൾ ഈ കാണേണ്ട 2,00,000-ലധികം സംരംഭം കേരളത്തിൽ വരികയാണ്. നല്ല മൂലധന നിക്ഷേപം വരികയാണ്. അങ്ങനെ വന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു 7,00,000-ലധികം ആളുകൾക്ക് തൊഴിൽ കിട്ടി. വിവിധ IT ഉൾപ്പെടെയുള്ള മേഖലയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേറെയും തൊഴിൽ. ഈ എറണാകുളം ജില്ലയിൽ തന്നെ കിട്ടിയിട്ടുള്ള തൊഴിലിനെ സംബന്ധിച്ച്, വ്യാവസായിക മേഖലയിൽ ഉണ്ടാക്കിയ മാറ്റത്തെ സംബന്ധിച്ച്, കോറിഡോർ സംബന്ധിച്ച് എല്ലാം ഇന്നത്തെ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. രാജീവൻ എഴുതിയിട്ടുള്ള കുറിപ്പിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഞാനത് വിശദീകരിക്കുന്നില്ല. വിസ്മയിക്കുന്ന വമ്പിച്ച മുന്നേറ്റമാണ്. വ്യാവസായിക ഇടനാഴി കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച് കോയമ്പത്തൂരിലേക്ക് 1300 ഏക്കർ ഭൂമി ഇപ്പോഴും തന്നെ ഗവൺമെൻറ് അംഗീകാരം ഇപ്പം കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പാലക്കാട് മാത്രം കിട്ടിയിട്ടുണ്ട് 1300 ഏക്കർ ഭൂമി. 14,000-ലധികം ആളുകൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് കേരളത്തിൽ സംരംഭം ആരംഭിക്കാൻ. 25ാം സ്ഥാനത്തായിരുന്നു നമ്മളത്, 15ആയി, ഇപ്പോൾ 1ാം സ്ഥാനത്തായി. വിജ്ഞാന സമൂഹത്തെ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയാക്കി മാറ്റുക എന്നുള്ളതാണ് ഉന്നം. ആ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയെ എങ്ങനെ കൈകാര്യം ചെയ്യണം? പണത്തിനു പകരം, പണമൂലധനത്തിനു പകരം വിജ്ഞാനം കേന്ദ്രമായും, വിജ്ഞാനം കേന്ദ്രമായ വ്യാവസായിക ശൃംഖലകൾ വരും. AI ഉൾപ്പെടെ എല്ലാ തരവും ഈ കേരളം മുമ്പോട്ടേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ രൂപപ്പെട്ട് വരികയാണ്. ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള വളർച്ച നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിൻ്റെ ഇടപെടലോടുകൂടി ഈ കേരളത്തിൽ നല്ലതുപോലെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിച്ചു. ഇനിയും നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കല്ല, മുന്നോട്ടേക്ക് കുതിക്കണം. വാട്ടർ മെട്രോവിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാലോ. എല്ലാ പുതിയ സംവിധാനങ്ങളിലേക്കും നമ്മൾ പോവുകയാണ്. ഇരുമ്പുരുക്ക് വ്യവസായമൊന്നും കേരളത്തിൽ നടക്കില്ല. എന്നാൽ നിരവധിയായ വ്യാവസായിക ശൃംഖലകൾ ലോകത്തെവിടെയും ആരംഭിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ആരംഭിക്കാൻ സാധിക്കുന്ന ചില കേന്ദ്രങ്ങൾ അത് ഈ കേരളത്തിലും കൊച്ചിയിലുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ഉൾപ്പെടെ. ഇപ്പോൾ ഞാനതിൻ്റെ മറ്റ് വിശദീകരണത്തിലേക്കൊന്നും കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിനെല്ലാം കൃത്യമായ ധാരണയോടുകൂടി
നവീനമായ ഒരു നവകേരളം. എന്താ നവകേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു 400 വർഷക്കാലമായി വികസനം നേടിയ രാജ്യങ്ങളുണ്ട് ലോകത്ത്. ആ 400 വർഷക്കാലമായി വികസനം നേടിയ രാജ്യങ്ങളുടെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഒരു 10-20 വർഷം കഴിയുമ്പോഴേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, അതാ നവകേരളം. അതിന് പട്ടിണി അവസാനിക്കണം. 25 ജനുവരി നവംബർ 1, 25 നവംബർ 1 ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ ദിനമായിരിക്കും. 25%, 30%, 35% പട്ടിണി കിടക്കുന്ന നാടാണ് ഇന്ത്യ, ഓരോ സംസ്ഥാനവും. നമ്മളത് 0.7 ആയിരുന്നു, അത് 0.5 ഇപ്പോൾ 0.2. നവംബർ ആവുമ്പോഴേക്ക്, ഈ വരുന്ന നവംബർ 2025 നവംബർ ആവുമ്പോഴേക്ക് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരില്ലാതെ, അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഈ നവംബർ 1. അതൊരു പുതിയ സംഭവമായിരിക്കും. കേരളം അതിദാരിദ്ര്യം അനുഭവിക്കാത്ത, പാവപ്പെട്ട, പട്ടിണി കിടക്കുന്ന മനുഷ്യരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. എല്ലാവർക്കും വീട് ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ തന്നെ ഏതാണ്ട് 5 ലക്ഷത്തിലധികം വീട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറേ 4 ലക്ഷത്തിലധികം വീട് കൊടുത്തു കഴിഞ്ഞു. ഇനിയും വീട് കൊടുക്കും. ഇപ്പോൾ പാവപ്പെട്ട മനുഷ്യന് കയറിക്കിടക്കാൻ ഇടമുണ്ടാവുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ സംസ്ഥാനം അത് കേരളമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലോടുകൂടി ഒരു 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. 10 ലക്ഷത്തിലധികം ആളുകൾക്ക് ഇപ്പോഴും ജോലി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനിയുള്ള കാലത്ത് അതും കൊടുക്കും. അപ്പോൾ 20 ലക്ഷത്തിലധികം ആളുകൾക്ക് ജോലി. ആളോഹരി വരുമാനം കൂടും, ജീവിത നിലവാരം ഉയരും, നമ്മുടെ ആഭ്യന്തര മാർക്കറ്റ് സജീവമാവും. നവകേരളം ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ ഒരു മുതലാളിത്ത സമൂഹത്തിൽ കേരളം പടുത്തുയർത്തും. ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ ഭരണവർഗത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോൺഗ്രസും ഇവിടെ UDF-ഉം BJP-യും അവർക്ക് പരിപൂർണമായ പിന്തുണ നൽകുന്ന മാധ്യമ ശൃംഖലയിലെ മഹാഭൂരിപക്ഷവും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഭൂരിപക്ഷ വർഗീയത പൂർണ്ണമായിട്ടും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ന്യൂനപക്ഷ വർഗീയതയും പൂർണ്ണമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരാണ്. അങ്ങനെ ആയിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. RSSന്റെ കൗണ്ടർ പാർട്ടാണ് ജമാഅത്തെ ഇസ്ലാമി. ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പരസ്യമായിട്ട് വാദിക്കുന്നവരാണ് അവർ സാർവദേശീയ രീതിയിൽ. ആ ജമാഅത്തെ ഇസ്ലാമിയും ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായിട്ടുള്ള SDPIയും ഒപ്പം ചേർന്ന് ലീഗിൻ്റെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം മാസം എന്ന് പറയുന്ന ലീഗാണ്, ആ ലീഗിനെ അവരുടെ തടവറയിൽ നിർത്തി ഭീകരവാദ നിലപാടിൻ്റെയും അതുപോലെ രാഷ്ട്ര സമീപനം സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിൻ്റെയും ഇസ്ലാമിക രാഷ്ട്രം വേണമെന്ന് പറയുന്നവരുടെയും എല്ലാം കൂടി ചേർന്ന് അതിൻ്റെ ഗുണഭോക്താവായി കോൺഗ്രസ് പ്രവർത്തിക്കുകയാണ്. കോൺഗ്രസ്സാണ് അതിൻ്റെ ഗുണഭോക്താവ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വയനാട്ടിൽ ജയിച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പല്ലേ? അവിടെ വളരെ പ്രധാനമായ മുസ്ലിം സാന്ദ്രതയുള്ളൊരു കേന്ദ്രമാണ്. 3 മണ്ഡലം മലപ്പുറം ജില്ലയിലാണ്, 1 മണ്ഡലം കോഴിക്കോട് ജില്ലയിലാണ്, മറ്റ് 3 മണ്ഡലമാണ് വയനാടുള്ളത്. അങ്ങനെ 3, 1, 4, 3, 7 മണ്ഡലം. ആ ഓരോ മണ്ഡലത്തിലും 10,000-കണക്കിന് SDPIക്കാരുടെയും ജമാഅത്ത് ഇസ്ലാമികളുടെയും വോട്ട് കൂടി നേടിയിട്ടാണ് ഈ പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ അവസാനം, അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയും ജയിച്ചത് എന്ന് പറയുമ്പോൾ പൊള്ളണ്ട. അതുകൊണ്ട് മാത്രമാണ് ജയിച്ചത് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ അതുകൂടി ചേർത്താണ് നിങ്ങൾ ജയിച്ചത്. അതങ്ങനെ തന്നെ വിശകലനം ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളാണ്, കോൺഗ്രസ്സാണ് ഗുണഭോക്താവ്. ഈ ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും വർഗീയ ശക്തികളെ ഒപ്പം ചേർത്ത് മുമ്പോട്ടേക്ക് പോകാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടല്ലോ തൃശ്ശൂർ, അതുപോലെ പാലക്കാട്. തൃശ്ശൂർ BJP ആരാ ജയിപ്പിച്ചത്? തൃശ്ശൂർ ആരാണ് ജയിപ്പിച്ചത് എന്നുള്ളതിൽ കൃത്യമായ ഉത്തരവുണ്ടല്ലോ.
86,000 വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് ഇല്ല. 86,000. 74,000 വോട്ടിനാണ് അവിടെ ജയിക്കുന്നത് BJP. 74,000 വോട്ടിന് ജയിക്കുന്നു. 86,000 വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് ഇല്ല. 3-ാം സ്ഥാനത്ത്. ഞങ്ങൾ 2-ാം സ്ഥാനത്ത്. ഞങ്ങൾക്ക് 16,288 വോട്ട് കൂടുതൽ, നിങ്ങൾക്ക് 86,000 വോട്ട് കുറവ്. ആ കുറഞ്ഞ വോട്ട് ഏതൊക്കെയാ? ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയാണ്. അതെവിടെയാ പോയേ? BJPക്ക്. മുമ്പ് നിയമം കണ്ടതുപോലെ ഓരാജഗോപാലിനെ ജയിപ്പിച്ചതുപോലെ കോൺഗ്രസ് തന്നെയാണ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സുരേഷ് ഗോപി വെറുതെ ജയിച്ചതല്ല, കോൺഗ്രസിൻ്റെ ചെലവിലാണ്. ഇപ്പോൾ AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ പറയും പാലക്കാട് വലിയ രീതിയിൽ മുന്നേറി, ഭയങ്കര ഭൂരിപക്ഷം. എവിടുന്നാ ഭൂരിപക്ഷം? 10,000 വോട്ട് ഞങ്ങളുടേതാണ് എന്ന് SDPI പത്രസമ്മേളനം വിളിച്ച് ആ നിയോജക മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചു. 10,000. ജമാഅത്ത് ഇസ്ലാമിനുണ്ട് 3,000-4,000 വോട്ട്. BJPയിൽ നിന്ന് 4,500 വോട്ട് നിങ്ങൾ വാങ്ങി. അത് വാങ്ങിയതാണ്. മറ്റ് 2 വിഭാഗത്തെയും നിങ്ങൾ ഉപയോഗിച്ചതാണ്. എത്രയായി ഈ വോട്ട്? നിങ്ങൾ 18,000 വോട്ടിന് ജയിച്ചപ്പോൾ മഹാത്ഭുതകരമായ സംഭവമാണ് എന്ന് ആന്റണി പറഞ്ഞില്ലേ? ഒരത്ഭുതമില്ല. ജമാഅത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായ RSSൻ്റെയും വോട്ട് നേടിയിട്ടാണ് രാഹുൽ മാക്കൂട്ടൻ ജയിച്ചത്. എന്നിട്ട് അസംബ്ലിയിൽ കയറിയിട്ട് ഞാൻ വർഗീയതക്കെതിരായിട്ട് ഞങ്ങൾ ജയിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള MLA മാരെല്ലാം പരിഹസിച്ചു. എവിടെ നിങ്ങൾ വർഗീയതക്കെതിരായിട്ട് പൊരുതിയത്? ദൂരവ്യാപകമായ ഫലമുളവാക്കുന്നതാണ് ലീഗിനായാലും കോൺഗ്രസിനായാലും ഈ നിലപാട്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനെ അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കുമെതിരായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന പ്രതിരോധത്തിനെതിരായി, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന മാധ്യമ ശൃംഖലയുടെ ഈ കള്ളപ്രചാരവേലക്കെതിരായി, ഇതിനെല്ലാം എതിരായി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം. ഇപ്പോഴ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെ പറ്റി ചർച്ച തുടങ്ങി. ചർച്ചയല്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി തുടങ്ങി. സുധാകരൻ എങ്ങനെയും മാറ്റണമെന്നാണ് വി.ഡി. സതീശനും കൂട്ടരും ആലോചിക്കുന്നത്. സുധാകരൻ പറഞ്ഞു ഞാൻ മാറുന്ന പ്രശ്നമില്ല എന്ന് ഹൈക്കമാൻഡിനോട് പറഞ്ഞിരിക്കുകയാണ്. മാറുന്ന പ്രശ്നമില്ല. സുധാകരൻ മുഖ്യമന്ത്രി കണ്ടും വെച്ച് നിൽക്കുകയാണ്. രമേശ് ചെന്നിത്തല അതിൻ്റെ മുമ്പ് തന്നെ നിൽക്കുകയാണ്. സമുദായ സംഘടനകളൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ്. വി.ഡി. സതീശൻ ഒരു സംശയമില്ലാത്ത രീതിയിൽ അതിൻ്റെ മുമ്പ് തന്നെ ഉണ്ട് താനും. കുറച്ച് ആളുകൾ പറയുണ്ടായിരുന്നു, ഞാനിപ്പോൾ അവരൊന്നും പറയുന്നില്ല. ഈ 3 ആളുണ്ടല്ലോ രംഗത്ത്, ഏറ്റവും അവസാനം KC വേണുഗോപാലും കൂടി വരും. അങ്ങനെ വരുമ്പോൾ 4 ആളാവും. ഇവർക്കെല്ലാം മുഖ്യമന്ത്രിയാവണമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെയായിരുന്നു. മുഖ്യമന്ത്രി കുപ്പായോട്ട് കുറേ ആൾ നടന്നു. ആ ഓഫീസിലേക്ക് വരാൻ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഓരോന്നോരോന്നായി തീരുമാനിച്ചു വന്നു. പക്ഷേ ജനങ്ങൾ കൃത്യമായിട്ട് വോട്ട് ചെയ്ത് 2ാം ടേം സഖാവ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അധികാരത്ത് വന്നു. അവിടെ പ്രതീക്ഷ 2019 തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒറ്റ സീറ്റേ ഉള്ളൂ, ആലപ്പുഴ. ബാക്കി നോക്കിയപ്പോൾ 123 സീറ്റിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട്. 123 സീറ്റിൽ ഭൂരിപക്ഷം. അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 99 സീറ്റ് നമുക്ക് ഭൂരിപക്ഷമായി. എവിടെ പോയി നിന്റെ 123 സീറ്റിലെ ഭൂരിപക്ഷം? ഇപ്രാവശ്യം നിനക്ക് 111 സീറ്റിലേ ഉള്ളൂ ഭൂരിപക്ഷം. 111. കഴിഞ്ഞ പ്രാവശ്യം അത്രയില്ല. ഇപ്രാവശ്യം നിങ്ങളെല്ലാം പരസ്യമായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് 3ാമത്തെ ടേമും പ്രതിപക്ഷത്തിരിക്കാൻ പറ്റില്ല. സാധിക്കില്ല നിങ്ങൾക്ക്. 3ാമത്തെ ടേമും പ്രതിപക്ഷത്തിരിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെ 3ാമത്തെ ടേമും പ്രതിപക്ഷത്തിരുത്തി 111 മണ്ഡലത്തിൽ ഇപ്പോഴും ഭൂരിപക്ഷമുണ്ട് എന്ന് നിങ്ങൾ കണക്കാക്കുന്ന കണക്കെല്ലാം തെറ്റും. സഖാ BMS പറയുന്നത് പോലെ രണ്ടും കൂട്ടിയാൽ 4 അല്ല രാഷ്ട്രീയത്തിൽ കിട്ടുക, മാറ്റം വരും. ആ മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു സംശയവും വേണ്ട. ഇതേ രീതിയിൽ മുന്നോട്ടേക്ക് പോവുക. ഈ വികസന കുതിപ്പ് അതേപോലെ തന്നെ തുടരുക. ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ അതേപോലെ തന്നെ തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുക. അങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ വരുന്ന 2026 നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അതിൻ്റെ മുമ്പ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് മുന്നോട്ടേക്ക് പോകുന്നതിനുള്ള കരുത്ത് നൽകുന്നതാണ് ഈ സമ്മേളനങ്ങൾ ഓരോന്നും. വെറുതെയുള്ള സമ്മേളനമല്ല ഇത്. ഈ സമ്മേളനങ്ങൾ ഓരോന്നും അതിന് കരുത്ത് നൽകുന്നതാണ്. അതുകൊണ്ട്
ഇടതുപക്ഷ ജനാധിപത്യ ശക്തിയെ കൂടുതൽ സജീവമായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ, അതിൻ്റെ താഴെ മുതൽ മേലെ വരെയുള്ള പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ട് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ഉള്ള കഴിവ്, ശേഷി നമുക്ക് നേടണം. അതിനു വേണ്ടി കൃത്യമായ ധാരണയോടുകൂടി പാർട്ടിയാകെ ഒറ്റക്കെട്ടായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 38,000 ബ്രാഞ്ച് സമ്മേളനങ്ങളും 2444 ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ഇപ്പോഴും ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാകുമ്പോഴേക്ക് നല്ല രീതിയിലുള്ളൊരു നവീകരണ പ്രക്രിയ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.